പ്രിയപ്പെട്ടവരെ, കരച്ചിലും ചിരിയും സാധാരണഗതിയിൽ നമ്മുടെ മനസ്സ് തുറന്ന് പുറത്തു ചാടുന്ന രണ്ട് തരത്തിലുള്ള വൈകാരിക പ്രകടനങ്ങളാണ്. പക്ഷേ ചിരിയെപ്പോലെ കരച്ചിൽ സ്വീകരിക്കപ്പെടുന്നുണ്ടോ? ചിരിയെന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ ചുണ്ടുകളും കണ്ണും അതിന് പിറകിലൊരു മനസ്സും ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു സെക്കൻഡ് നേരത്തെ ഒരു അത്ഭുതമാണ്. പക്ഷേ ആ അത്ഭുതം നമ്മൾ കണ്ണ് നിറഞ്ഞ് തുറന്ന് കണ്ടു നിൽക്കുന്നു, ആസ്വദിക്കുന്നു. നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ചിരിക്കാം. നമ്മൾ അട്ടഹസിച്ചില്ലെങ്കിൽ ആരും നമ്മളെ തിരിഞ്ഞു നോക്കില്ല. ചിരി സ്വീകരിക്കപ്പെടുന്നുണ്ട്, പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. പക്ഷേ പാവം കരച്ചിലിന് ആ പദവിയില്ല. പറയുമ്പോൾ കണ്ണിൽ നിന്ന് ഒഴുകിപ്പരന്ന് ലോകത്തോട് മുഴുവൻ സംസാരിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ സങ്കടങ്ങളെല്ലാം. പക്ഷേ അത് ലോകം ആ രീതിയിൽ സ്വീകരിക്കുന്നില്ല. സ്ത്രീക്കും പുരുഷനും ഈ കാര്യത്തിൽ തുല്യതയുണ്ടെങ്കിലും കരച്ചിലിലേക്ക് മാത്രമായിട്ട് വരുമ്പോൾ പുരുഷൻ തനിച്ചാണ്. അവന് ലോകത്തിന് മുന്നിൽ തുറന്ന് കരയാനുള്ള അവസരങ്ങൾ നമ്മുടെ സമൂഹം കൊടുത്തിട്ടില്ല. പല മനുഷ്യരും അസാധാരണമായ ചങ്കൂറ്റത്തോടുകൂടി ചരിത്രത്തിന് മുന്നിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട്, പുരുഷന്മാർ തന്നെ. ആ കരച്ചിലുകൾ ഒരുപക്ഷെ ആനന്ദത്തിൻ്റെതാവാം, സങ്കടത്തിൻ്റെതാവാം, ലോകം അത് സ്വീകരിച്ചിട്ടുണ്ടാവാം. പക്ഷേ വളരെ സാധാരണക്കാരനായ ഒരു മലയാളി പുരുഷന് ആ അവസരം കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ തന്നെ നിങ്ങളുടെ വീടുകളിലേക്കൊന്ന് നോക്കൂ. നമുക്ക് ഈ ചോദ്യവുമായി ഇവരിലേക്ക് പോകുമ്പോൾ മനുഷ്യർ കരഞ്ഞ സന്ദർഭങ്ങൾ സ്വന്തം അനുഭവത്തിൽ നിന്നുൾപ്പെടെ ഓർത്തെടുക്കാൻ ഇവർക്കാവുന്നുണ്ടോ? ഈ കരച്ചിലിനെ, പുരുഷൻ്റെ കരച്ചിലിനെ ഇവരെങ്ങനെയാണ് കാണുന്നതെന്നുള്ള ചോദ്യവുമായി ആദ്യം ഇർഷാദ് അലിയിലേക്ക് പോകുന്നു. ഈ അടുത്ത് വായിച്ചൊരു കവിതയിലൊരു വരികൾ ഇങ്ങനെയാണ്, ആതിരയാറിൻ്റെയാണ്. ഒന്ന് സ്നേഹത്തോടെ വാത്സല്യത്തോടെ നോക്കിയാൽ പെയ്തുപോയേക്കാവുന്ന കാർമേഘങ്ങളെ കൊണ്ട് നടക്കുന്നവരാണ് മനുഷ്യരെന്ന് പറയും. ഒന്ന് സ്നേഹത്തോടെ വാത്സല്യത്തോടെ നോക്കിയാൽ പെയ്തുപോയേക്കാവുന്ന കാർമേഘങ്ങളെ കൊണ്ട് നടക്കുന്നവരാണ് മനുഷ്യരെന്ന് പറയുന്നത്. അത് ആ കവിത കുറേ നീണ്ടു പോകുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പം ഈ ആണുങ്ങളുടെ കരച്ചിലെന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് TV രാജേഷ് എന്ന് പറയുന്ന MLA 2011 തോന്നുന്നു, നിയമസഭയ്ക്ക് മുമ്പിൽ അദ്ദേഹം വാച്ചൻ വാർഡിനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് PC ജോർജ് ആരൊക്കെ ആരോപണം ഉന്നയിച്ചതിൻ്റെ ഭാഗമായിട്ട് പത്രക്കാരോട് വന്നിട്ട് ഇയാൾ പൊട്ടിക്കരഞ്ഞൊരു രംഗമുണ്ട്. അത് വല്ലാതൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നു എന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് ശശീന്ദ്രൻ എന്ന് പറയുന്ന MLA പിടിച്ചുകൊണ്ടായി, നമ്മൾ പൊതുപ്രവർത്തകരല്ലേ, കരയാൻ പാടുണ്ടോ, വായോ എന്ന് പറഞ്ഞിട്ടാണ് പത്രക്കാരുടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകുന്നത്. അതിനുശേഷം പൊതുപ്രവർത്തകരായ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അത് വളരെ തെറ്റായി പോയിരുന്നു എന്നൊക്കെ പറഞ്ഞ് രാജേഷ് ഒരു പ്രസ്താവനയും ഇറക്കി. ആ പ്രസ്താവനയുടെ ആവശ്യമുണ്ടായിരുന്നു എന്നാണ് എൻ്റെ തോന്നൽ. കാരണം കരയാൻ തോന്നുമ്പോൾ, കരയുന്ന ആണുങ്ങൾ എന്ത് ചെയ്യണമെന്ന് തോന്നുമ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മാക്സിമം പ്രോത്സാഹിപ്പിക്കണം, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം, കരയടാ, അതിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാം കരയടാ എന്ന് പറയും. നമ്മൾ പലരും പറയാറുണ്ട്, ആണുങ്ങൾ കരയുന്നത് കാണുമ്പോൾ ആണുങ്ങൾക്ക് ഭയങ്കര ഭയപ്പാടുണ്ടാവാറുണ്ട്. ആ സമയത്ത് നമ്മളോടൊപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ വളരെ ഒരു ഗവി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഷൂട്ട്. വളരെ കുറച്ച് ക്രൂവൊക്കെ ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ സംഘർഷം എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എനിക്ക് കരയാൻ വന്നു. സത്യത്തിൽ ഞാൻ കരഞ്ഞു പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ആണുങ്ങളും എന്നെ ചേർത്ത് പിടിച്ചില്ല. കൂടെ ഉണ്ടായിരുന്നൊരു നടി വന്നിട്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ട് പോട്ടെ സാറില്ല. അപ്പോൾ കരയുക, നമ്മൾ ചെറുപ്പത്തിൽ എന്താ വെച്ചാലും അയ്യേ നീ കരയാൻ പാടില്ല, ആൺകുട്ടികൾ കരയാൻ പാടില്ല. ആക്ച്വലി കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ വളർത്തുന്നത്. ഈ പാലെന്ന് പറയുന്നത് പാല് കിട്ടുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പാലിന് വേണ്ടി കരയുന്നത് വെച്ചാൽ ആ പാല് കുടിക്കുമ്പോഴുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോൾ നമ്മൾ കരയാൻ പാടില്ല. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ നമ്മളൊരു സങ്കടം വരുമ്പോൾ പെയ്തൊഴിയാനോ ഒന്നും കരയാനോ സമൂഹം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വേറൊരു കരച്ചിൽ കാണുന്നത് ഭയങ്കര ആഘോഷിക്കപ്പെട്ട കരച്ചിലാണ്, ധ്യാൻ ശ്രീനിവാസൻ്റെ കരച്ചിൽ. മുഖ്യമന്ത്രി വന്നിട്ട് പോലും ബഹുമാനിച്ചില്ല. അദ്ദേഹം കരയട്ടെ. കരയാൻ എന്താണ് മടി? നമ്മൾ സിനിമയിൽ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു പുരുഷൻ്റെ സീൻ, കരയണ സീൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ
ആളുകളുടെ കൂട്ടത്തിലല്ല വെച്ചിട്ടല്ല അപ്പോഴത്തേനും ക്യാമറ ബാത്റൂമിലേക്ക് കൊണ്ടുപോകും, പൈപ്പ് തുറന്നിടും, അവിടുന്ന് പൊട്ടിക്കരയുന്ന ആണുങ്ങൾ നമ്മൾ പലപ്പോഴും സിനിമയിൽ പോലും അങ്ങനെ ആൾക്കൂട്ടത്തിൽ കരയുന്നത് കാണാറില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കരയാൻ തോന്നുമ്പോൾ എല്ലാ ഫീലിങ്സും പോലെ തന്നെയുള്ള വിശപ്പ് പോലെ തന്നെ, പ്രണയം പോലെ തന്നെ, കാമം പോലെ തന്നെയുള്ള എല്ലാ ഫീലിങ്സും പോലുള്ളൊരു ഫീലിങ്സാണ് കരച്ചിൽ എന്നുള്ളത്. അത് കരയാൻ തോന്നുമ്പോൾ ഞാൻ കരയാറുണ്ട്. പേഴ്സണലി ഞാൻ ചെറുപ്പത്തിൽ നന്നായി കരഞ്ഞായിരുന്നു കേട്ടോ. അത് പറയണോ? ഞാനൊക്കെ ഞാൻ ഇങ്ങനെ പറയാം. ഞാൻ 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂൾ തൊട്ടടുത്താണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ പപ്പടം എൻ്റെ വലിയ വീക്ക്നെസ്സാണ്. പപ്പടം ഇല്ലെങ്കിൽ ഞാൻ കരയും. അപ്പോൾ ഞാൻ കരയാന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴിക്കുന്നുണ്ടാവും. അപ്പോൾ ഉമ്മ വന്നിട്ട് പറയും, മോനെ ഒന്ന് പപ്പടം. ഞാൻ കരയുന്നത് വേറെ ഒരു കാര്യത്തിനല്ലാതെ ഉമ്മയ്ക്ക് അറിയാം. മോനെ പപ്പടം ഒന്നുമില്ലടാ പ്ലീസ്, നീ ഇന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ അന്ന് കൂട്ടുകുടുംബമൊക്കെ ആയിരുന്നു. വീട്ടുകാരൊക്കെ കൂടി എന്നെ കളിയാക്കും. ഞാൻ കരയണ കണ്ടു കഴിഞ്ഞാൽ മിഴിയോരം നനഞ്ഞൊഴുകി എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടും. കുറേ കഴിഞ്ഞപ്പോൾ ഈ പാട്ട് ഞാൻ ചുമ്മാ അങ്ങനെ നടന്നു പോകുമ്പോൾ ആ പാട്ട് കേട്ടാൽ കരയുന്ന ഒരാളാണ് ഞാൻ. മിഴിയോരം എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ കരയും. അങ്ങനെ ഇപ്പോഴും എനിക്ക് കരയാനുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കരഞ്ഞിട്ടുണ്ട്. കരയേണ്ടത് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടില്ല. എപ്പോഴും കരയുന്ന ആണുങ്ങൾ കരയാനുള്ള അവസരങ്ങൾ മാക്സിമം ഉപയോഗിക്കണം. ഇപ്പോൾ അബ്രഹാം ലിങ്കൻ്റെ വളരെ പ്രശസ്തമായൊരു വാക്കുണ്ട്. അബ്രഹാം ലിങ്കൻ്റെ പ്രശസ്തമായ വാക്ക് ഇങ്ങനെയാണത്: എൻ്റെ മകനെ പഠിപ്പിക്കണം എന്നാണ് ടീച്ചർക്ക് കത്ത് എഴുതിയത്. കരയിക്കാനുള്ള കരുത്തുണ്ടാകുന്ന മനുഷ്യനെ, കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള ഒരു കഴിവ് എൻ്റെ മകനുണ്ടാവണം എന്ന് പറയുന്നതാണ്. ചാർലി ചാപ്ലിൻ പറയുന്നത് അവിടെ വേറൊരു സാധനമുണ്ട്. ചാർലി ചാപ്ലിൻ പറയുന്നത് വെച്ചാൽ എനിക്ക് മഴയത്ത് നടക്കാനാണ് ഇഷ്ടം എന്ന് പറയും. ഞാൻ കരയുന്നത് ബാക്കി ആരും കാണുന്നത്. അപ്പോൾ കരയുന്നത് കാണുന്നത് എന്തോ പ്രശ്നമുള്ളത് പോലെ, ആണുങ്ങൾ കരയുന്നത് എന്തോ പ്രശ്നമുണ്ട് എന്ന് പണ്ടോ എവിടെയൊക്കെ എഴുതി വെച്ചിട്ടുള്ള പോലെയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ലിഖിതമായ നിയമമൊന്നുമല്ല, പക്ഷേ എവിടെയൊക്കെ ഉണ്ട് സാധനം. അപ്പോൾ അതുകൊണ്ട് കരയാൻ തോന്നുമ്പോൾ ആണുങ്ങൾ കരയട്ടെ എന്ന് തന്നെയാണ് എൻ്റെ വാദം. താങ്ക് യു. കരയാൻ തോന്നുമ്പോൾ ആണുങ്ങൾ കരയട്ടെ എന്നുള്ളൊരു കാര്യത്തിനുള്ള തുടക്കമായിട്ടാണ് നമ്മൾ ഈ ചർച്ച വെച്ചത്. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിലൊരു സീനുണ്ട്. ഒരു പുരുഷൻ ഒരു സൈക്കോളജിസ്റ്റിനെ കെട്ടിപ്പിടിച്ച് കരയുന്നൊരു രംഗം. പുരുഷനാണ്, പക്ഷേ ആ രംഗത്തെ മലയാളികൾ സ്വീകരിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ മുന്നിൽ വരുന്ന പുരുഷന്മാർ മനസ്സ് തുറന്ന് വല്ലപ്പോഴും കരഞ്ഞിട്ടുണ്ടോ? നമസ്കാരം എവരിവൺ. കുമ്പളങ്ങി നൈറ്റ്സിലെ ഈ മൂവിയുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇതാണ്. ആ മൂവിയിൽ അദ്ദേഹം കരയുന്നത് വരെ, അതായത് എൻ്റെ കിളി പോയി എന്ന് പറയുന്നത് വരെ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഭയങ്കര ചൊറിയായിട്ടുള്ള, ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഒരു മനുഷ്യനെയാണ് നമുക്കതിൽ കാണാൻ സാധിക്കുക. സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നത്, അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയൊക്കെ. ആകെ കൂടി ഒരു കാര്യം പറയുന്നുള്ളൂ, സൈക്കോളജിസ്റ്റ് ഒരു അഡ്വൈസോ ഉപദേശമോ ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ കരഞ്ഞോളൂ എന്നാണ് പറയുന്നത്. പിന്നെയാണ് പൊട്ടിക്കരയുന്നത്. ഒരു 10 മിനിറ്റോളം ആ കരച്ചിൽ ആ തിയേറ്ററിൽ, ഇപ്പോൾ അത് ഭയങ്കര ആ സീൻ ഭയങ്കര വൈറലായി. എന്നാലും ആ സമയത്ത് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ ഒന്ന് തൊടുന്നുണ്ട്. പക്ഷെ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം, കരഞ്ഞതിന് ശേഷം അതേ ഡ്രസ്സിട്ട് അതേ മനുഷ്യൻ തിരിച്ചിറങ്ങി പോകുന്ന ഒരു സീനുണ്ട്. പോകുന്നത് പുള്ളിയുടെ അനിയനായിട്ടാണ്. പക്ഷെ എന്തൊരു കോൺഫിഡൻസ് ആണ്. അതിനുശേഷം ആ മൂവി ഉടനീളം അദ്ദേഹം ദേഷ്യപ്പെടേണ്ട സാഹചര്യങ്ങളിൽ വളരെ നർമ്മത്തോടുകൂടിയും കുറേയും കൂടി റെസ്പോൺസിബിളായിട്ടാണ് കാണിക്കുന്നത്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് കരച്ചിൽ പ്രകൃതി കൊടുത്തിരിക്കുന്ന ഒരു സിദ്ധിയാണ്. ഇന്ന് നമ്മൾ ഈ ഇത്രയും വലിയൊരു സാഹിത്യവേദിയിൽ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിക്, പുരുഷൻ കരയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, വാട്ട് ടു ഡു വിത്ത് എ ക്രൈയിങ് മാൻ, വളരെ ലളിതമായി തോന്നുമെങ്കിലും കരച്ചിലിനെ എന്നെപ്പോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന സമൂഹത്തിലെ ഓരോ വ്യക്തികളും പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എത്ര പേര് നമ്മുടെ കുട്ടികളോടോ അല്ലെങ്കിൽ നമ്മുടെ ആളുകളോടോ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവാം, നീ ഒരു സ്ട്രോങ് ആയിട്ടിരിക്കുക, നിങ്ങളൊരു ആണുങ്ങളെ പോലെ പെരുമാറ്. കുട്ടികളോടൊക്കെ നമ്മൾ ഇതറിയാതെ തന്നെ പറഞ്ഞു പോകുന്നതാണ്. നമ്മളൊന്ന് ചെറുപ്പ കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതൊരാണാവട്ടെ പെണ്ണാവട്ടെ,
എല്ലാ വ്യക്തികളും ആവശ്യ സമയങ്ങളിൽ കരയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, ഉമ്മ വയ്ക്കുന്നുണ്ട്, ലാളിക്കുന്നുണ്ട്. ഈ വികാരം പേടി കൂടാതെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതേസമയം 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെയും ഇതിൻ്റെ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങും. അപ്പോഴേക്കും നമ്മൾ പറഞ്ഞു തുടങ്ങും, നീ ഒരു ആൺകുട്ടിയല്ലേ, നീ ഉഷാറായിട്ട് ചെയ്യ്, ജില്ലായിട്ട് ഇരിക്കുക എന്നൊക്കെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ തുടങ്ങും. അന്ന് മുതൽ ആൺകുട്ടികൾ ഇമോഷണലി ഷട്ട് ഡൗൺ ആവുകയും അതുപോലെ തന്നെ പെൺകുട്ടികൾ അവരവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പറയും പെൺകുട്ടികൾ ഭയങ്കര ഓവർ സെൻസിറ്റീവാണ്, ഭയങ്കര ഡ്രാമാറ്റിക് ആണ്, എന്തു പറഞ്ഞാലും കരയും. ഇത്തരത്തിലുള്ള ഒരു സമൂഹം അടിച്ചേൽപ്പിക്കുന്ന കൾച്ചറിലാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്. നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ പുരുഷന്മാർ കരയുന്നതിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല. ശ്വസിക്കുന്നത് പോലെ വളരെ ഈസി ആയിട്ട് സംഭവിക്കേണ്ട ഒന്നാണ്. പക്ഷെ ഇന്ന് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് ഇന്നത്തെ സൂയിസൈഡ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 75% പുരുഷന്മാരാണ്. കാരണം അവർക്ക് അവരുടെ വികാരങ്ങൾ വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. 14-ാം നൂറ്റാണ്ടിൽ ഇതിൻ്റെ തെളിവുകളുണ്ട്. അതായത് ഹോമർ ഗ്രീക്ക് ഇതിഹാസമായിട്ട് ഈലിയഡിലെ ഒഡീഷ്യസ് വീരനായ അദ്ദേഹം കരഞ്ഞപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കുടുംബത്തിനോടുള്ള സ്നേഹവും സത്യസന്ധതയും ഒക്കെയാണ് അത് വെളിപ്പെടുത്തിയത്. ധീരയോദ്ധാക്കന്മാരായിട്ടുള്ള സമുറായി ആളുകൾ കരഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ധീരതയും സത്യസന്ധതയും കാണിച്ചിട്ടുണ്ട്. നവോത്ഥാന കാലഘട്ടത്തിൽ മുതൽ ഒരു ഡെക്കോറം അല്ലെങ്കിൽ ഒരു മാന്യത കൊണ്ടുവരാനായിട്ട് നമ്മൾ ആണുങ്ങളോട് പറയാൻ തുടങ്ങി, പുരുഷന്മാർ കരയാൻ പാടില്ല എന്ന്. അതുമൂലം പുരുഷന്മാർ കരയാതിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ആർട്ടിക്കിൾ വായിക്കാനിടയായി. അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് പറയുന്നത്: ശബരിമലകളിലും അമ്പലങ്ങളിലും ദേവാലയങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും നിസ്കരിക്കുമ്പോഴൊക്കെ ആണുങ്ങൾ പുരുഷന്മാരൊക്കെ പൊട്ടിക്കരയാറുണ്ട്. അതിനെ നമ്മൾ സ്പിരിച്വൽ കത്താസിസ് എന്നും. എന്നാൽ എത്ര പുരുഷന്മാർ നമ്മുടെ കുടുംബങ്ങളിൽ വന്ന് നമ്മുടെ വിഷമങ്ങൾ പറയാറുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കരയുമ്പോൾ അത് ഭക്തിയായി കാണുകയും, എന്നാൽ ജീവിതത്തിൽ മനുഷ്യനോട് ദുഃഖം പങ്കിടുമ്പോൾ അതൊരു ബലഹീനതയായി കാണിക്കുന്ന ഒരു സമൂഹം ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടിട്ടാണ് ഇന്ന് ഈ ടോപ്പിക്ക് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. റോസ്മേരി ആൻ്റണി സൂചിപ്പിച്ചതുപോലെ കരയുന്ന ആൺകുട്ടികൾ, ചിരിക്കുന്ന ആൺകുട്ടികൾ, കെട്ടിപ്പിടിക്കുന്ന ആൺകുട്ടികൾ, ഉമ്മ വയ്ക്കുന്ന ആൺകുട്ടികൾ രഹസ്യമായോ സ്വകാര്യമായോ അല്ല, പൊതു ഇടങ്ങളിൽ വളരെ പരസ്യമായി ഒന്നിച്ചു കൂടുമ്പോൾ, പിരിയുമ്പോൾ, കണ്ടുമുട്ടുമ്പോൾ ഒക്കെ ഇത്തരം ചില മനോഹരമായ എക്സ്പ്രഷൻസിലേക്ക് സമൂഹം നടന്നു നീങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ അവസാനിക്കുന്ന ആത്മഹത്യകൾ ഉണ്ടാവാം എന്നാണ് അവർ സൂചിപ്പിച്ചത്. അടുത്തത് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന കഥ, നോവൽ. കരയുന്ന പുരുഷനും അതിജീവിക്കുന്ന സ്ത്രീയുടെയും ഒരു എഴുത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അമ്മയും മകനും ആ രീതിയിൽ എഴുതുന്ന ഒരാൾക്കുള്ളിൽ കണ്ണുനീരാണോ അതിജീവനമാണോ, അദ്ദേഹം എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വിഷയത്തിൽ കരയുന്ന പുരുഷന് നമ്മൾ എന്തു ചെയ്യും എന്ന് ഒരു എഴുത്തുകാരനോട് ചോദിക്കുകയാണ്. ഇത്രയും താത്വികമായിട്ടൊന്നും പറയാനൊന്നും അറിയത്തില്ലാത്ത ഒരാളാണ് ഞാൻ. കരയുന്ന പുരുഷന് ഒരു ക്ലിനെക്സ് കൊടുക്കുക, അവൻ ആ കണ്ണീരൊക്കെ ഒന്ന് തുടയ്ക്കട്ടെ, പിന്നെയും കരയട്ടെ. അതാണ് ഫസ്റ്റ് സൊല്യൂഷൻ. ഞാൻ സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും വാത്സല്യം വരുമ്പോഴും ഒക്കെ നിർലോഭം കരയുന്ന ഒരാളാണ്. ഒരു മടിയില്ല, ആര് കണ്ടാലും ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. കമ്പിളികണ്ടത്തെ കൽഭരണികൾ വായിച്ചിട്ട് ഒത്തിരി പേരും കരയുകയാണെന്നും മലയാളികളെ മുഴുവൻ കരയിച്ച ആളാണെന്നും ഒക്കെ ഒരു ആക്ഷേപം എനിക്കെതിരെ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതിലൂടെ കരയാൻ ധൈര്യപ്പെട്ട പുരുഷന്മാർ അവരുടെ സ്ഥായിയായ സത്തയിലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് 4 മക്കളുണ്ട്. മൂത്തത് 2 ആൺകുട്ടികൾ, ഇളയൊരു പെൺകുട്ടികൾ. മൂത്തയാൾക്ക് 19.5 വയസ്സ്, രണ്ടാമത്തെ ആൾക്ക് 16, പെൺകുട്ടികൾ 14-ഉം 9 വയസ്സ്. ഈ കൗമാര പ്രായത്തിലേക്ക് കുട്ടികൾ കടക്കുമ്പോൾ ഇന്നത്തെ തലമുറയിൽ അവരുടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല.
അവർ നമ്മളോട് പെരുമാറുന്നതും നമുക്കെതിരെ ഉപയോഗിക്കുന്ന വാക്കുകളും അവർ ബിഹേവ് ചെയ്യുന്ന രീതികളുമൊക്കെ നമ്മളെ ശരിക്കും കുരിശി തറയ്ക്കുന്നത് പോലെയാണ്. ഇത്രയേറെ ചെയ്തിട്ടും ഇങ്ങനെയാണല്ലോ എന്നോർക്കുന്ന നിമിഷങ്ങളുണ്ട്. അന്നേരം എന്നാ ചെയ്യുന്നേ? അന്നേരം ഒന്ന് കരഞ്ഞാൽ ഒരു പ്രത്യേക സുഖം കിട്ടും എന്ന് കരുതി അവർ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നതോ അതിൻ്റെ പേരിൽ വിഷാദത്തിന് വിരുന്നു വെക്കുന്നതോ ഒന്നുമല്ല. അത് വിഷാദം വിരുന്നു വരാതിരിക്കാനുള്ള ഒരു വഴിയാണ് ഇടയ്ക്കൊക്കെ ഒന്ന് കരയുന്നത്. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റിൽ നായകൻ അഭിസാരികയുടെ കാലിന് മുമ്പിൽ പ്രണമിക്കുമ്പോൾ ഈ ലോകത്തോട് മുഴുവനും ആണ് പ്രണമിക്കുക. അത് വായിക്കുമ്പോൾ ഞാൻ കരയും. ഒട്ടുമിക്ക സിനിമ കണ്ടാലും ഞാൻ കരയും. അപ്പം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും എൻ്റെ മക്കളും എൻ്റെ പ്രിയപ്പെട്ടവളും ഞാനും കൂടി ഇരുന്ന് മലയാളം സിനിമ കാണാറുണ്ട്. കൂടുതൽ സമയവും ഞാൻ ഉറങ്ങും. അപ്പോൾ കുട്ടികൾ ഭാഷ പഠിക്കാനുള്ള ഒരു മാർഗമാണതെന്ന് കരുതിയാണ് ഞാനത് ചെയ്യുന്നത്. കമ്പളികണ്ടത്തെ കൽഭരണി വായിച്ച് അവരേതായാലും ഭാഷ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ മലയാള പടങ്ങളൊക്കെ കണ്ട് പിള്ളേരിത് ഇമ്പ്രൂവ് ചെയ്യട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എൻ്റെ കരച്ചിൽ വരാനുള്ളൊരു സീനിൻ്റെ തുടക്കത്തിൽ തന്നെ എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും അറിയാം അപ്പൻ ഇപ്പം കരയുമെന്ന്. അപ്പോൾ എനിക്കതിന് മടിയൊന്നുമില്ല. പിന്നെ ഈ പുസ്തകം എഴുതി കഴിഞ്ഞ ദിവസം 12-ാം തീയതി നിയമസഭാ പുസ്തകോത്സവത്തിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ഈ സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഒത്തിരി പേര് ഓടിക്കൂടിയപ്പോൾ അവർ പെട്ടെന്നൊരു മുറി സജ്ജീകരിച്ച് അടുത്ത സെഷൻ നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് കയറ്റിവിട്ടു. അതിൽ ഒത്തിരി പേർക്ക് ഒപ്പിട്ട് പുസ്തകം വേണമെന്നത് മാത്രമല്ല, പലരും വരുന്നു ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാനാണ്. അപ്പം ഞാൻ അതൊക്കെ യുവാക്കളാണ് കരയുന്നതിൽ കൂടുതൽ. പെൺകുട്ടികൾ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങുമ്പോൾ മക്കളെ കെട്ടിപ്പിടിക്കാതെ കരയൂ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു പേടി. അതുകൊണ്ട് പിന്നീട് വാർത്തയും വൈകുന്നേരത്തെ ചർച്ച തൊഴിലാളികൾക്കൊരു വിഷയവും ടെലിവിഷനിലാകണ്ടല്ലോ എന്ന് കരുതി പെൺകുട്ടികളോട് ഞാൻ പറയും മക്കളെ അടുത്ത് നിന്ന് കരഞ്ഞോളൂ എന്ന്. അപ്പോൾ ആൺകുട്ടികൾ ഒരു 20 വയസ്സായ കുട്ടി വന്ന ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. അവൻ വന്നിട്ട് എന്നോട് പറയുന്നത് ഈ ആളുകൾ നിറഞ്ഞ ആളുകൾ ക്യൂ നിൽക്കുക. അപ്പോൾ അവരോട് പറഞ്ഞു കരയരുതെന്ന് പലവട്ടം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത്, പക്ഷേ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരൊറ്റ കരച്ചിൽ സോറി എന്ന് പറഞ്ഞു പോയി. ആ കൊച്ചിൻ്റെ പേരും എനിക്കറിയത്തില്ല, അവനോട്ട് പുസ്തകം ഒപ്പിട്ട് തരാനും പറഞ്ഞില്ല, ആ കുട്ടി പോയി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പുരുഷൻ എന്ന് പറയുന്നത് വളരെ കൃത്രിമമായ ഒരു ജീവിതചര്യ നടപ്പിലാക്കാൻ വേണ്ടി നമ്മുടെ സമൂഹം പാകപ്പെടുത്തിയെടുത്ത ഒരു ജീവിയാണ്. അവന് കരയാൻ അനുവാദമില്ല. കരയുന്നത് പെണ്ണിൻ്റെ പരിപാടിയാണെന്നാണ് ഇവരെല്ലാം പറയുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് മുറ്റമടിക്കുന്നതും പാത്രം കഴുകുന്നതും കഞ്ഞി വെക്കുന്നതുമൊക്കെ പെണ്ണിൻ്റെ പണിയായിട്ട് പണ്ട് മുതലേ അവർ ശീലിപ്പിച്ചിട്ടുണ്ട്. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ എൻ്റെ അമ്മ മേരി എൻ്റെ 3 സഹോദരിമാരോടും ഒപ്പം തന്നെ മുറ്റമടിക്കാനും പാത്രം കഴുകാനും ചമ്മന്തി അരയ്ക്കാനും കപ്പയ്ക്ക് അരയ്ക്കാനും ഇളക്കാനുമൊക്കെ എന്നെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കരയരുതെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല. വഴിയിലൂടെ നടന്ന് പ്ലാക്കാർഡുകൾ പിടിച്ച് സ്ത്രീ വിമോചനത്തിന് പടവെട്ടിയതുകൊണ്ട് കാര്യമില്ല എന്ന് ആധികാരികമായി പറയാനുള്ള അറിവൊന്നും എനിക്കില്ലെങ്കിലും സ്ത്രീക്ക് വിമോചനമുണ്ടാകാത്തതും അവൾക്ക് തുല്യത ഉണ്ടാകാത്തതും ശരിക്കും അവൾ കാരണമാണ് എന്ന് ഞാൻ പറയും. എൻ്റെ ഭാര്യ എൻ്റെ 2 പെൺമക്കൾക്കും മൂത്ത ആൺമക്കൾക്ക് കൊടുക്കുന്ന അതേ സ്വാതന്ത്ര്യവും അഭിപ്രായത്തിനുള്ള സാധ്യതകളും വസ്ത്രം ധരിക്കാനുള്ള അവകാശവും അവൾക്ക് എങ്ങനെ അവളുടെ ഓരോ അവയവവും ഉപയോഗിക്കാമെന്നും ഉള്ള അനുമതി കൊടുക്കുന്നില്ലെങ്കിൽ അവളാണ് സ്ത്രീയെ അടിച്ചമർത്തുന്നത്. അതുകൊണ്ട് തന്നെ സമരപന്തലുകളിലോ വഴിയോരങ്ങളിലോ പ്രസംഗങ്ങളിലോ അല്ല സ്ത്രീ എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഈ സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്ന ഒരു നിർവചനം സമൂഹം നമുക്ക് തരപ്പെടുത്തി തന്നതുകൊണ്ടാണ് ഈ പുരുഷൻ്റെ സ്വാതന്ത്ര്യവും നമുക്ക് നഷ്ടപ്പെട്ടത്. കരയാനുള്ള സ്വാതന്ത്ര്യം ഈ പാത്രിയാർക്കി പുരുഷനിൽ നിന്ന് എടുത്തു മാറ്റി. എനിക്ക് കരയണം, കമ്പളികണ്ടത്തെ കൽഭരണി വായിച്ചിട്ടും കരഞ്ഞോളൂ, അതൊരു ദോഷമാണെന്ന് ആളുകൾ വെറുതെ പറയുന്നതില്ല. അയാൾ വെറുതെ കരയിക്കുന്നു, അതുകൊണ്ട് അതൊരു പൈങ്കിളിയാകാം. അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു എന്ന് കേട്ടു, അത് ആ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾക്ക് വായിച്ച് കരയാനുള്ള പുസ്തകമല്ലേ എന്ന്.
ഒരു കുഴപ്പമില്ല. ഈ തൊഴിലുറപ്പ് സ്ത്രീകളും 300 രൂപ കൊടുത്താണ് ആ പുസ്തകം വായിക്കുന്നത്. കരയുന്ന കാര്യങ്ങളെ പൊട്ടിച്ചിരിക്കുന്ന പോലെ എഴുതാൻ എനിക്ക് കഴിയില്ല. കരയുന്നത് തെറ്റാണെന്ന് ആരാ പറഞ്ഞേ? ഇറ്റ് ഈസ് എ സൈക്കോതെറാപ്പി ദാറ്റ് ഐ ഓഫർ. അവർ കരയട്ടെ, കരയാൻ അവരെ അനുവദിക്കൂ. ബാബുവിൻ്റെ ദുഃഖം കണ്ടിട്ടൊന്നും അല്ല അവരാരും കരയുന്നേ. അവരെല്ലാം വായിക്കുന്നവർ അവരുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഏടുകൾ അവിടെ കണ്ടതുകൊണ്ടും അവരുടെ അമ്മയെ ഓർത്തത് കൊണ്ടോ അവർക്കില്ലാതിരിക്കുന്ന ഒരു അമ്മയെക്കുറിച്ചുള്ള ചില ഓർമ്മകൾ ഓടിയെത്തുന്നത് കൊണ്ടോ ഒക്കെയാണ്. അല്ലെ, അമ്മയായിരിക്കുന്ന ഒരു സ്ത്രീക്ക് എനിക്ക് എൻ്റെ മകൾക്ക്, എൻ്റെ മകന് ഇതുപോലൊരമ്മയാകാൻ സാധിക്കുമോ എന്ന ഒരു പരതലിൽ നിന്നുമാകാം കരയുന്നത്. ഈ പുരുഷനെ ഒരു അതിമാനുഷികനായും വലിയ ശക്തനായും, ഈ പുരുഷൻ എന്ന് പറയുമ്പോൾ തന്നെ ബലഹീനതകളില്ലാത്ത കരുത്തുള്ള മസിലുള്ള ഒരുവനായി നമ്മൾ ഓൾറെഡി പാകപ്പെടുത്തി രൂപകൽപ്പന ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ഇറങ്ങാൻ ഞങ്ങളെ അനുവദിക്കൂ, ഞങ്ങൾ കരയട്ടെ. ആ അനുവാദമാണ് സ്വന്തം പുസ്തകത്തിലൂടെ കേരളത്തിലെ പുരുഷന്മാർക്ക് മുഴുവൻ ബാബു എബ്രഹാം സാർ കൊടുത്തിരിക്കുന്നത്. ഇർഷാദ് അലി സാറിനോട് ഒരു ചോദ്യം. ഇപ്പോൾ സിനിമ നമ്മുടെ കരച്ചിലിനെയും ചിരിയെയൊക്കെ എല്ലാ കാലത്തും നിർവചിച്ചു പോന്നിട്ടുള്ളൊരു മാധ്യമമാണ്. സിനിമയിലെ സ്ത്രീകൾ കരയുന്നതാണ് ഒരുപക്ഷെ മലയാളി ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. ആ ഒരു കാലത്ത് നിന്ന് നായികമാർ കരയുന്ന കാലത്ത് നിന്ന് വ്യത്യാസം വന്ന് പുതിയ കാലത്തെ സിനിമകളിൽ പലപ്പോഴും ചെറുപ്പം അന്വേഷിക്കുന്നത് ഫീൽ ഗുഡ് സിനിമകൾ ആണ്. അതിൽ വളരെ പരസ്യമായ കരച്ചിലുകൾക്ക് പകരം വരിഞ്ഞു മുറുകിയ വൈകാരിക മുഹൂർത്തങ്ങൾ കാണാറുണ്ട്. എന്നാൽ ഇപ്പോഴും അത്തരം സിനിമകളിൽ നമ്മൾ ഈ പറയുന്ന ചിന്തകളിലെ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന എഴുത്തുകാരോ സംവിധായകരോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന കരയുന്ന പുരുഷനെ ഇപ്പോഴും കണ്ടു തുടങ്ങിയിട്ടില്ല. സിനിമ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ഒരു പുരുഷനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ആക്കുന്നതിൽ പങ്കുവഹിച്ചതായിട്ട് തോന്നിയിട്ടുണ്ടോ? സിനിമയുടെ മാത്രം കുഴപ്പമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കരയാൻ ചില ഒഴിവുകളുള്ള ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മാച്ച്, ഒരു ഫുട്ബോൾ മാച്ചോ ക്രിക്കറ്റ് മാച്ചോ കളിച്ച് കപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ പുരുഷൻ കരയുന്നത് വലിയ അപകടകരമായിട്ടോ അല്ലെങ്കിൽ അതുപോലെ തെറ്റായിട്ടോ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രാജേഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്രമാത്രം ട്രോൾ ഇപ്പോഴും ആ രാജേഷിൻ്റെ പൊളിച്ചു നിൽക്കുന്ന വായ വെച്ചിട്ട് ട്രോൾ ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ കരച്ചിൽ, ഇപ്പോൾ ട്രോഫി എടുക്കുമ്പോൾ അതുപോലെ മകളെ കല്യാണം കഴിച്ചു വിടുമ്പോൾ ചേർത്ത് പിടിച്ചിട്ടൊരു കരച്ചിലുണ്ടാവും. ആ കരച്ചിലൊക്കെ അത് വലിയ കുഴപ്പമില്ല. മറ്റത് എടാ കരയല്ലേ നീ, അത് നീ ആണാണ്. ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന ആൺകുട്ടികൾ കരയേ എന്ന് പറയുന്നൊരു പ്രയോഗം തന്നെ. അപ്പോൾ അങ്ങനെ അത് ഈ സിനിമ അതിനെ പൊളിച്ചിട്ടില്ല. കരയുന്ന ആണുങ്ങളിലെ സിനിമകൾ ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടില്ല. അത് ഏതോ കാലത്ത് ഇങ്ങനെ നമ്മുടെ സമൂഹത്തിലുള്ള അതിനെ ഫോളോ ചെയ്യുകയല്ല. അത് സിനിമ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇത് കരയണം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സന്ദേശം നൽകുന്ന ഒരു സിനിമകളൊന്നും അല്ല. ആണുങ്ങൾക്ക് കരയാൻ അവകാശമുണ്ട്, അല്ലെങ്കിൽ കരയേണ്ടവരാണ് പെണ്ണുങ്ങളെ പോലെ തന്നെ. ഇപ്പോൾ ഞാൻ എവിടെയോ വായിച്ചതുപോലെ പല അസുഖങ്ങളും ആണുങ്ങളുടെ ആയുസിൻ്റെ ദൈർഘ്യം കുറയുന്നു, പെണ്ണുങ്ങൾക്ക് ആയുസ് കൂടുന്നതും അവർ കരയുന്നതുകൊണ്ടാണെന്ന് പറയുന്നത്. കരയുമ്പോൾ നമ്മൾ ഭയങ്കര റിലാക്സ് ആവുന്നു അല്ലേ? ശരിയല്ലേ? അപ്പോൾ അത് കുറേ നമ്മൾ ധാരണ അങ്ങനെ ഒരു പൊതുബോധം ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ടുള്ള, അല്ലാതെ അതിനെ പൊളിക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാമിനോടൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ കഴിഞ്ഞ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് ലോകകപ്പിൽ സെമി ഫൈനലിൽ മികച്ച സ്കോർ നേടിയിട്ട് ജമീമ റോഡ്രിഗസ് കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നൊരു സീൻ അങ്ങേയറ്റം കാണികളിലെത്തി വൈറലായൊരു ദൃശ്യമാണ്. അതിൽ അവരുടെ കരച്ചിൽ ആനന്ദത്തിൽ നിന്നുള്ള കരച്ചിലാണ്. സ്ത്രീകൾക്ക് ആനന്ദം കൊണ്ടോ സങ്കടം കൊണ്ടോ കരയാൻ പരിമിതികളില്ല. ഇപ്പോൾ ഇതേ സ്ത്രീകൾ, ഇപ്പോൾ മാമിൻ്റെ അടുത്ത് നിന്ന് പുരുഷന്മാരെയും കൊണ്ട് വരുന്ന സ്ത്രീകൾ ഈ പുരുഷനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഈ കേട്ടതുപോലെയുള്ള കാര്യങ്ങളാണോ? അല്ലെങ്കിൽ പുതിയ കാലത്തെ സ്ത്രീകൾ അവരുടെ പുരുഷനിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടോ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ? ഒന്ന്, 2 തരത്തിലുള്ള കരച്ചിലാണ് ഒരു മനുഷ്യനുള്ളത്. അത് മെഡിക്കലി പറഞ്ഞാൽ ബേസൽ റിഫ്ലെക്സ് ടിയേഴ്സ് എന്ന്. അതായത് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ സവാള എരിയുമ്പോഴോ അല്ലെങ്കിൽ കണ്ണിലെ പൊടി പോകുമ്പോഴോ ഒക്കെ കണ്ണുകളിൽ നിന്ന് വെള്ളം വരുന്നത്. അതിന് ഒരു 98% അതിൻ്റെ കെമിക്കൽ കമ്പോസിഷൻ എന്ന് പറയുന്നത് വെള്ളമാണ്, വാട്ടറാണ്.
അതേസമയം ഇമോഷണൽ ടിയേഴ്സ് ഉണ്ട്, ദുഃഖം കൊണ്ട് കരയുന്ന മനുഷ്യർ. ആ സമയം ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ അതിലൂടെ അതിൻ്റെ കെമിക്കൽ കമ്പോസിഷൻ ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ അകത്ത് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ടുള്ള കോർട്ടിസോളും കാര്യങ്ങളെല്ലാം റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ കരഞ്ഞ് ഇല്ലാതെയാകുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ബ്രെയിനിൽ എൻഡോർഫിനും ഓക്സിറ്റോസിനും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇനി എന്നോട് ചോദിച്ചൊരു ചോദ്യം, എനിക്ക് എൻ്റെ പ്രൊഫഷനിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ആര് കരഞ്ഞാലും, ഏതൊരു മനുഷ്യൻ കരഞ്ഞാലും ലിംഗഭേദങ്ങൾക്കപ്പുറം അവനിലുള്ള ഒരു മനുഷ്യനെ കാണുന്ന ഒരു ജോലിയാണ്. പലപ്പോഴും സ്ത്രീകൾ എന്തെങ്കിലും പറയുമ്പോൾ അവർ പെട്ടെന്ന് കരയുന്ന ഒരു പ്രകൃതം കാണിക്കാറുണ്ട് പൊതുവെ. അതേസമയം പുരുഷന്മാർ ഈ പറഞ്ഞ ഒരു കൾച്ചറൽ ഒരു സ്റ്റിഗ്മ ഉള്ളത് കൊണ്ടിട്ട് എല്ലാം അടക്കി പിടിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. ഇപ്പോൾ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന ഒരു കാര്യമാണ്, 2 ദമ്പതികൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. അവർ ലാസ്റ്റ് ഡിവോഴ്സിന് വേണ്ടിയിട്ട് പോവാൻ തീരുമാനിച്ചു. അപ്പോൾ ഭാര്യ കുട്ടിയെയും കൊണ്ടിട്ട് 10 വയസ്സുള്ള മോളെയും കൊണ്ടിട്ട് കാനഡയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹം 6 സെഷനിലും ഒരിക്കൽ പോലും കണ്ണ് നനഞ്ഞതായിട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു വികാരം പ്രകടിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഡിവോഴ്സ് കഴിഞ്ഞു, അദ്ദേഹം കോടതി കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്തേക്ക് വന്നു. അയാൾ മാത്രം ഒറ്റയ്ക്കിരിക്കുകയാണ്. അപ്പോൾ ഈ ഡിവോഴ്സ് പ്രോസസ്സിലേക്ക് പോകുന്ന സമയത്ത് എല്ലാ ദിവസവും ഈ സ്ത്രീ കരയുന്നുണ്ട്, ഓരോ സെഷനിലും ഇടിച്ചു നൊലൊളിച്ച് കരയുന്നുണ്ട്. പുരുഷൻ കരഞ്ഞിട്ടേയില്ല. അതേസമയം അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് പറഞ്ഞു, ഇന്നെനിക്ക് ഇൻഡിവിജ്വലായിട്ട് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, അങ്ങ് സംസാരിച്ചോളൂ. അദ്ദേഹം ചിരിക്കുകയാണ്, മുഖത്ത് സങ്കടമോ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു പ്രയാസമോ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ മോളെ കണ്ടു, അവളെ ഞാനിങ്ങനെ മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. മാമിനറിയോ, അവളുടെ ഹൃദയമിടിപ്പ് എൻ്റെ കാതിൽ ഇപ്പോഴും കേൾക്കാം. എന്നിട്ടും അയാളിങ്ങനെ റെസ്റ്റ്ലെസ് ആവുന്നുണ്ട്, അപ്പോഴും വികാരം പ്രകടിപ്പിക്കുന്നില്ല. എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വെൻ വാസ് ദ ലാസ്റ്റ് ടൈം യു ക്രൈഡ്? അദ്ദേഹം പറഞ്ഞു 8 വയസ്സുള്ളപ്പോൾ. അപ്പം ഞാൻ ചോദിച്ചു, ആ സമയത്ത് എന്തു പറ്റി? അതെൻ്റെ അച്ഛൻ മരിച്ചുപോയി. എൻ്റെ അച്ഛനൊരു സ്കൂൾ മാഷായിരുന്നു, അതേ സ്കൂളിലാണ് ഞാനും പഠിച്ചത്. അന്ന് ഞാൻ കരഞ്ഞിരുന്നു. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു കരയരുത്, പിന്നെ എൻ്റെ അച്ചാച്ചൻ പറഞ്ഞു കരയരുത്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും സഹോദരങ്ങളും അമ്മാവന്മാരൊക്കെ അയാളോട് കരയരുത് എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെയും വികാരങ്ങൾ മനസ്സിൻ്റെ അകത്തെ ഒതുക്കി പിടിച്ച് ജീവിക്കാനായിട്ടാണ് അദ്ദേഹം വിചാരിച്ചത്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഒന്ന് കണ്ണടയ്ക്കോ, എന്നിട്ട് അച്ഛനെ ഒന്ന് മനസ്സിൽ വിചാരിക്കോ. അയാൾ കണ്ണടച്ചു. ഒരു ബ്രീത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഒന്ന് ഇമാജിൻ ചെയ്തു. ഐ എം നോട്ട് എക്സാജുറേറ്റിംഗ്, ഞാൻ ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് ഗൂസ് ബംസ് വരുന്നുണ്ട്. 20 മിനിറ്റോളം പൊട്ടിക്കരഞ്ഞ് തകർന്നു പോയി ആ മനുഷ്യൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു കരച്ചിൽ വളരെ സ്വാഭാവികമായിട്ട്, ഇന്ന് ഞാൻ ആ സിറ്റുവേഷൻ ഓർക്കുമ്പോൾ എൻ്റെ കണ്ണും എൻ്റെ ശരീരവും വിറയ്ക്കുകയാണ്. അത്രയും ബലവും ശക്തിയും സത്യസന്ധതയും ഒരു മനുഷ്യൻ്റെ അകത്തുണ്ട് എന്നതിനുള്ളൊരു തെളിവാണ് എന്നെനിക്ക് തോന്നുന്നു. ബാബു അബ്രഹാം സാർ നേരത്തെ സംസാരിച്ചത് മുഴുവൻ സ്വന്തം കരച്ചിലിനെയും സ്വന്തം എഴുത്തിലെ കരച്ചിലിനെയും കുറിച്ചാണ്. മറ്റു മനുഷ്യർ, നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, അവരിപ്പോൾ സാർ ഇവിടെ ഇരിക്കുന്ന സമയം മുഴുവൻ ഞാൻ സാറിനെ ശ്രദ്ധിക്കുന്നു, സാർ ഒരു ചെറിയ ചിരിയുമായിട്ടാണ് ഇരിക്കുന്നത്. ഒരു നേർത്ത ചിരി ഉടനീളമുണ്ട്. അങ്ങനെ ഒരു ചിരി എല്ലാ മനുഷ്യർക്കും നിലനിർത്താനായിക്കൊള്ളുന്നില്ല. ജീവിതത്തിൽ കരയുന്ന സന്ദർഭങ്ങളുണ്ടാവും, ഉള്ളിലെങ്കിലും. അപ്പം മറ്റു മനുഷ്യരുടെ കരച്ചിലിനെ എങ്ങനെ കാണുന്നു? ഇനി ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ ആ മനുഷ്യരുടെ കരച്ചിലിനെ കൂടി സാർ അഡ്രസ്സ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? ആത്യന്തികമായിട്ട് ഇത് ചിരിക്കുന്നതല്ല, എൻ്റെ പല്ല് പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് ചുണ്ടുകൾ തമ്മിൽ ചേരാത്തതിനാലാണ് ചിരിക്കുന്നതായിട്ട് തോന്നുന്നത്. നേരം അവർക്കും ഇല്ലല്ലോ അങ്ങനെ. ഇത് പാരീസിലൊക്കെ പോയി തിന്നാനൊക്കെ അധികം ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ഇറച്ചി വികസിച്ചതുകൊണ്ടാണ് ഈ പല്ല് പൊങ്ങിയത് നമുക്ക് പ്രത്യക്ഷത്തിലധികം കാണാൻ സാധിക്കാത്തത്. എഴുത്ത് ഒരു പ്രൊഫഷനായിട്ടൊന്നും കൊണ്ടുപോകാനായിട്ടും എഴുത്തുകാരൻ എന്നറിയപ്പെടാനും വലിയ താല്പര്യമുള്ള ആളല്ല ഞാൻ. നമ്മൾ ഇനി എഴുതുമ്പോൾ മറ്റുള്ളവരുടെ കരച്ചിലും ഉൾപ്പെടുത്തുമോ
എന്ന് ചോദിച്ചാൽ അങ്ങനൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ എല്ലാ ദിവസവും എഴുതുന്ന ആളാണ്. 3 മണി തൊട്ട് രാവിലെ 7 മണി വരെ എല്ലാ ദിവസവും എത്തിച്ച് എഴുതും. ഇന്ന് ഹോട്ടലിലും എഴുതി. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന കുക്കിംഗ് ഇഷ്ടമുള്ള ഒരാൾ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും വിരുന്ന് വെച്ച് എല്ലാവർക്കും വിളമ്പാറില്ല. ചിലത് ഉണ്ടാക്കി കഴിയുമ്പോൾ പറയും അത് യൂട്യൂബിൽ നോക്കിയാണ് ഞാൻ പഠിച്ചത്, ഒരു സൂപ്പർ ഒരു സാധനമാണ്, അതെനിക്കിഷ്ടമുള്ള കുറേ പേർക്ക് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണമെന്ന്. അങ്ങനെ ഒരു മോമെൻറ്റ് വരുമ്പോൾ മാത്രമേ പിന്നെ എനിക്കൊരെണ്ണം എഴുതാൻ പറ്റുള്ളൂ. എനിക്കെപ്പോൾ എഴുതണമെങ്കിലും എന്നെക്കുറിച്ചൊരു ആക്ഷേപവുമുണ്ട്. എൻ്റെ കഥകളിൽ ഞാൻ എഴുതുന്നതിലെല്ലാം ശക്തരായ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. സ്ത്രീകളെല്ലാം ഇത്ര ശക്തരാണോ? ഞാൻ ശക്തരായ സ്ത്രീകളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്ക് ഈ അബലയും ചബലയും ഒക്കെ ആയിട്ടുള്ള സ്ത്രീകളെ ഇഷ്ടമില്ല. അവരവരുടെ സ്ട്രെങ്ത് എന്താണെന്ന് കണ്ടെത്താത്തവരാണ് എന്നൊരു തോന്നലുണ്ട്. ഈ കരയുന്ന സ്ത്രീകളെല്ലാം നല്ല ശക്തിയുള്ളവരാണ് എന്ന് പറഞ്ഞാൽ വെറുതെ അലമുറയിട്ട് ചങ്കിട്ടടിച്ച് കരയുന്നവരാണ്. ശരിക്കും മനസ്സ് തുറന്ന് കരയുന്ന സ്ത്രീകൾ ശക്തരാണ്. എനിക്ക് എന്നെ ഞാനാക്കുന്ന എൻ്റെ ഭാര്യ വളരെ ശക്തയായിട്ടുള്ളൊരു സ്ത്രീയാണ്. ഒരു കഞ്ഞിയും കറിയൊക്കെ വെച്ച് എനിക്ക് വിളമ്പി തരുന്ന ഒരു സ്ത്രീയുടെ കൂട്ടത്തിൽ 3 മാസമൊക്കെ താമസിക്കാൻ പറ്റുമായിരിക്കും. അവൾക്കൊരിക്കലും എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാകാൻ പറ്റില്ല. എന്നോടൊപ്പം പ്രണയിച്ച് കുഞ്ഞുങ്ങളായി അവരെ വളർത്തി ഒരു ലോങ് ടൈം പ്രോജക്റ്റിൽ സ്വപ്നത്തിൽ ജീവിക്കണമെങ്കിൽ അപ്പം നമുക്ക് ഒരു തൻ്റെടുള്ള കഴിവുള്ള, ഞാൻ ഒത്തിരി തൻ്റെടുള്ള ആളല്ല, പുരുഷന്മാരും മൊത്തത്തിൽ തൻ്റെടുള്ളവരല്ല. അവരിടുന്ന ഒരു പ്രച്ഛന്ന വേഷമാണ് അവരുടെ ഈ തൻ്റെടവും കഴിവും ഉശിരുമൊക്കെ. അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ വെള്ളം അടിച്ചൊക്കെ വന്ന് തല്ലുന്നതൊക്കെ. ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയതുപോലെ എൻ്റെ അപ്പൻ കുടിച്ചേച്ച് വരുമ്പോൾ പാട്ടൊക്കെ പാടിയാണ് വരുന്നത്. എനിക്ക് ശക്തമായിട്ട് ഡൗട്ടുള്ളത് ഈ അപ്പന് പാമ്പിനെ വരെ പേടിയായിരുന്നിരിക്കണം. അതുകൊണ്ട് ഈ ഒച്ചത്തിൽ പാടിയൊക്കെ വരുന്നത് പാമ്പൊക്കെ മാറിപ്പോകാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും എന്ന ഒരു ഡൗട്ടുണ്ട്. ഈ എഴുത്ത് ആഘോഷങ്ങളെക്കുറിച്ച് മാത്രമാകരുത് എന്ന നിർബന്ധം എനിക്കുണ്ട്. ഇപ്പോൾ ഇർഷാദ് സാറിനോട് ഇച്ചിരി മുമ്പ് ചോദിച്ച പോലെ ഈ സിനിമ അതിന് ഡെയർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ യഥാർത്ഥത്തിൽ സിനിമയും എഴുത്തും നമ്മളുടെ സാമൂഹ്യ ചുറ്റുപാടുകളുമെല്ലാം ഓരോ വ്യക്തിയെയും അവൾ അല്ലെങ്കിൽ അവനായിത്തീരാൻ ഉള്ള സാഹചര്യം ഒരുക്കിയാൽ മതി. സിനിമയിൽ നമ്മൾ കരയുന്ന പുരുഷനെ കാണിക്കണമെന്നില്ല. കണ്ടിരിക്കുന്നവന് സ്വതന്ത്രമായിട്ട് കരയാനുള്ള സിനിമകളൊക്കെ കാണിക്കാൻ പറ്റണം. ഇപ്പം വളരെ ക്രൂരനായൊരു പൊളിറ്റീഷ്യനായിട്ട് ഇദ്ദേഹം അഭിനയിക്കുമ്പോൾ ചില സമയങ്ങളിൽ ആ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് കണ്ണു നിറയാറുണ്ട്. കാരണം എത്ര ക്രൂരമാണ് അയാൾ ചെയ്യുന്നത്. കാരണം ആ ക്രൂരതയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കണ്ണു നിറയാം. എന്നെയൊക്കെ ആക്രമിക്കുന്ന ആളുകളെ നോക്കി ഞാൻ കരയാറില്ല. എനിക്കന്നേരം നല്ല സന്തോഷമാണ് വരുന്നത്. ഉദാഹരണത്തിന് ഇനി എഴുതുന്നില്ല എന്നൊക്കെ ഓർത്ത് ഞാൻ ഇരുന്നതാണ്. അന്നേരം എന്നെ ഈ വിറ്റ് പോയതൊക്കെ എൻ്റെ കുറ്റമാണോ? ഈ ആൾക്കാർ പോയി മേടിച്ചത് കൊണ്ടല്ലേ? അപ്പോൾ അങ്ങനെ തുറന്ന് ആക്രമിക്കുമ്പോൾ അന്നേരം ഞാൻ അങ്ങ് തീരുമാനിക്കുകയാണ്, എന്നാൽ പിന്നെ ഒരെണ്ണം അങ്ങ് എഴുതിയേക്കാന്ന്. ഇവനെഴുതാൻ സാധിക്കില്ല, ഇത് ഇയാൾ എഴുതിയതല്ല, ആരോ എഴുതി കൊടുത്തതാണ്. അവനോട് സംസാരിക്കുമ്പോൾ ഒരാൾ എഴുതിയിരിക്കുന്ന കമൻറ്റാ, അല്ലെങ്കിലും ആ പുസ്തകം വായിക്കുമ്പോൾ അറിയത്തില്ലേ അയാളൊരു ലോ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്നതാണെന്ന്. പക്ഷെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ നമ്പൂരിയാണ്, ഞാൻ ഉന്നത കുലജാതനാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ കരയുമോ എന്ന് കേട്ട് കരയില്ല. തീട്ടം ചുമന്ന് നടന്നവൻ, അതെനിക്കൊരു ട്രോമ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. തീട്ടം ചുമന്ന് വന്നവന് വായുനാറ്റം ഉണ്ടെന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കരുത്. അങ്ങനെ ഭയപ്പെടില്ല. പിന്നെ നമ്മുടെ മുമ്പിലേക്ക് എഴുത്ത് എന്ന് വരുന്നത്, എനിക്ക് എഴുതി അത് പൂർത്തിയാക്കുമ്പോൾ 3 മണിക്കൂർ 4 മണിക്കൂർ എഴുതി കഴിയുമ്പോൾ ഇപ്പം ആയിരിക്കുന്നതിലും ഇച്ചിരൂടെ മെച്ചപ്പെട്ട ഒരു മനുഷ്യനാകാനുള്ള ഒരു സെർച്ചാണ് എഴുതുക എന്ന് പറയുന്നത്. ബിക്കോസ് ഐ ജസ്റ്റ് വാണ്ട് ടു പെൻ ഡൗൺ വാട്ട് ഈസ് സോ ഡീപ്പ് ഇൻ മീ. ഇറ്റ് ക്യാൻ ബി ദ ക്രൈയിങ് ഓഫ് ദി അതർ അറൗണ്ട് യു, ബട്ട് ദാറ്റ് ഷുഡ് മേക്ക് യു എ ബെറ്റർ പേഴ്സൺ. പക്ഷേ വിശുദ്ധനാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വിശുദ്ധനൊന്നുമല്ല. അയാൾ ബിസിനസ് ചെയ്ത് പണമുണ്ടാക്കുന്നു. ബിസിനസ് ചെയ്ത് പണമുണ്ടാക്കുന്ന പാപമാണോ? ഞാൻ മദർ തെരേസയ്ക്ക് പഠിക്കുന്ന ആളൊന്നുമല്ല. എൻ്റെ എഴുത്തിൽ സാഹിത്യമില്ലെന്നും പറയാം, അതിൽ കണ്ണുനീരാണെന്നും പറയാം. പക്ഷെ ഞാൻ പറയും എൻ്റെ ഗർഭം ഇങ്ങനെയാണ്. ഇവിടെ ഈ സദസ്സിലിരിക്കുന്നവരിൽ വലിയൊരു പങ്ക് സ്ത്രീകളുണ്ട്. സ്ത്രീകളുടെ കരച്ചിലൊരു സങ്കടത്തിൻ്റെ എക്സ്പ്രഷന് പുറമെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒളിപ്പിച്ച് വെക്കാറുണ്ട്, തുറന്ന് കാട്ടാറുണ്ട് എന്ന് നമുക്ക് പലർക്കും അറിയാം. ചില കരച്ചിലുകൾ
നമ്മൾ കാണുന്നതിനേക്കാൾ മറ്റാരെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന കരച്ചിലാണ്. ചിലതൊരു ശ്രദ്ധ കിട്ടാനുള്ള കരച്ചിലാണ്, ചിലതൊന്ന് ചേർത്ത് പിടിപ്പിക്കപ്പെടാനുള്ളൊരു കരച്ചിലാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഈ കരച്ചിലുകൾക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇടം കിട്ടിയിട്ടുണ്ട്. ഇർഷാദ് അലി സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കാലം വരെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് വരെ ഒരു പക്ഷേ പുരുഷൻ തുറന്ന് കരഞ്ഞില്ലെന്നാണല്ലോ നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഇതുവരെ കടന്നുപോയ കാലത്ത് പുരുഷനും കരയാമായിരുന്നൊരു കാലമായിരുന്നെങ്കിൽ, അത്രമേൽ കരയിപ്പിക്കായിരുന്ന, അത്രമേൽ മറ്റുള്ള ഒരാൾ ഒന്ന് ചേർത്ത് പിടിച്ചെങ്കിൽ എന്ന് ഒരു കരുതലിന് വേണ്ടി കണ്ണീരൊഴുക്കാമായിരുന്ന, കരയാൻ നിർബന്ധിച്ച ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭം കരയാതെ കടന്നു പോയിട്ടുണ്ടോ എന്ന് പറയാമോ? എന്തെങ്കിലും ബ്രേക്കപ്പ് ആയിണ്ടോ എന്നുള്ളതല്ല അറിയേണ്ടത്. അങ്ങനെയും ആവാം. ബ്രേക്കപ്പ് പുരുഷന്മാരെ കരയിപ്പിക്കുന്ന ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ കരയിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ്. ഞാൻ എൻ്റെ ഒറ്റ കരച്ചിലും മിസ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് കരയാൻ തോന്നുമ്പോഴൊക്കെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ അടുത്ത ദിവസം ഇതിന് വരുന്ന സമയത്ത് ട്രെയിനിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരു പോലീസുകാരൻ്റെ കാര്യം, നമ്മൾ നേരത്തെ രാജേഷിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഒരു പോലീസുകാരൻ സൈക്കോളജിസ്റ്റ്, എൻ്റെ ഒരു ഫ്രണ്ട് സൈക്കോളജിസ്റ്റ് അടുത്ത് പോയിട്ട് കരഞ്ഞു. അപ്പോൾ ഞാൻ പറയും, പോലീസ് ഏറ്റവും കോമഡിയായി പോകുന്ന ഒരു കഥ അതാണിത് അല്ലേ? പോലീസുകാരത്തെ വന്നിട്ട് കരഞ്ഞിട്ടുണ്ട് നിങ്ങളടുത്ത് അല്ലേ? പോലീസുകാരൊന്ന് പുറത്ത് നിന്നിരുന്ന് കരഞ്ഞാലുള്ള അവസ്ഥ എങ്ങനെ ഉണ്ടാവും? ഇന്ന് ഏറ്റവും ട്രോളുന്ന, ഏറ്റവും തമാശയാക്കുന്ന ഒരു വിഷയമായിരിക്കും പോലീസുകാരുടെ കരച്ചിൽ. പോലീസുകാർ ഒരു എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കൊന്ന് കരയണം, എന്താണ് സംഭവിച്ചത്, ബ്രേക്കപ്പ് ആയതാണ് വിഷയം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നമ്മളെപ്പോഴും ഈ ആണുങ്ങളെപ്പോഴും സഫർ ഇങ്ങനെ അട്ടക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അവരുടെ ആയുസ് കുറയുന്നുണ്ടെന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് കരയണമെന്ന് തോന്നുന്നിടത്തൊക്കെ ഞാൻ കരയാറുണ്ട്. എനിക്കങ്ങനെ നാണക്കേടും, ഞാൻ ചെറുപ്പം മുതലേ കരയുന്ന ഒരാളായതുകൊണ്ട് എനിക്കങ്ങനെ നാണക്കേടൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. എല്ലാ സമയത്തും ഞാൻ പൊട്ടിക്കരയണം തോന്നിയിട്ടുള്ള പൊട്ടിക്കരയുന്നുണ്ട്. ഞാനങ്ങനെ അടക്കി പിടിക്കുന്ന ഒരാളല്ല എന്നുള്ളതാണ് എൻ്റെ ബാബു ഇബ്രാഹിം സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം കരയാറുള്ള ഒരാളാണെന്ന്. ഒരു കാര്യം മാമിനോട്, ഇപ്പോൾ പുരുഷൻ കരയാനുള്ളൊരു അവകാശമില്ലെന്ന് നമ്മൾ പറയുമ്പോഴും ഈ കരയായ്മയുടെയും പുരുഷനായിരിക്കുന്നതിൻ്റെയും ബലത്തിൽ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും കിട്ടുന്ന മറ്റ് പല അവകാശങ്ങളുമുണ്ട്. സ്ത്രീകൾക്ക് കരച്ചിലിനൊപ്പം ഒഴുകിപ്പോകുന്ന അത്തരം അവകാശങ്ങൾ പുരുഷൻ കരയാതെ നേടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? പുരുഷന്മാർ കരയാറില്ല. ഇപ്പോൾ ബാബു സാറൊക്കെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഇത്രയും ഹൃദയം പൊട്ടി കരയാൻ പറ്റിയത് നിങ്ങൾ അത്രയും ഉന്നതിയിൽ നിൽക്കുന്നത് കൊണ്ടിട്ടാണ്. അത്രയും കഴിവും ക്വാളിറ്റിയും വേണം ഹൃദയം പൊട്ടി കരയാനായിട്ട്. പക്ഷേ മെൻ ക്രൈ വിത്ത് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. അവരുടെ വികാരങ്ങൾക്ക് എപ്പോഴും പല വേഷപ്പകർച്ചകളുണ്ട്. ചിലപ്പോൾ അവർ ദേഷ്യപ്പെടും, അതേസമയം ഫ്രസ്ട്രേഷൻ കാണിക്കും, ഇറിറ്റേഷൻ, വിഡ്രോവൽ. അവർ ചിലപ്പോൾ ഞാൻ പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അപ്പോൾ അവർ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇത് ഞാൻ പറയുമ്പോൾ ഒരു കോൺട്രവേഴ്ഷ്യലിന് വേണ്ടിയിട്ടല്ല, ഒരു പുരുഷൻ ലേറ്റായിട്ട് വീടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് അവൻ ലേറ്റായിട്ടാണ് വരാറ്. അതേസമയം ഒരു സ്ത്രീ ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു സമയം കഴിഞ്ഞ്, ഇപ്പം അതൊക്കെ മാറുന്നുണ്ട്, എന്നാൽ പോലും ഒരു കാലഘട്ടം വരെ ഒരു സ്ത്രീ ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് കൊടുക്കുന്ന പേര് വേറെ തന്നെയാണ്. അതേസമയം ഒരു പുരുഷൻ ഭയങ്കരമായിട്ടും ചൂടായി ഒരു സാധനം എടുത്തിട്ട് പൊട്ടിച്ചാൽ അല്ലെങ്കിൽ ഒരു ദേഷ്യം പ്രകടിപ്പിച്ചാൽ സമൂഹം അത് കുറേയും കൂടി അംഗീകരിക്കും. അതേസമയം ഒരു സ്ത്രീ നന്നായി ദേഷ്യപ്പെട്ടാൽ നമ്മളത് ടെററാണെന്ന് പറയുകയും ചെയ്യും. അപ്പോൾ സമൂഹം അംഗീകരിക്കുന്ന ചില വികാരങ്ങളുണ്ട്. പുരുഷനിൽ നിന്ന് ദേഷ്യം, ഫ്രസ്ട്രേഷൻ, ഇറിറ്റേഷൻ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. അതേസമയം അവർക്ക് കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പലവർക്കും പുരുഷൻ നന്നായി കരഞ്ഞു കഴിഞ്ഞാൽ ഇത് അഭിനയമാണോ അല്ലെങ്കിൽ ഇയാൾ കള്ളു കുടിച്ചിട്ട് കരയാണോ? ചില പുരുഷന്മാരെ കണ്ടാൽ അറിയാം, അവർ കള്ളൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു 2 ഡ്രിങ്ക്സ് ഒക്കെ കഴിഞ്ഞ് അവർ കുറച്ച് ഇമോഷണൽ ആകും. പിന്നെ എന്തും പറയാം, എന്തും തുറന്ന് അവർക്ക് ആ ഒരു ബലം വേണം. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് മിഥുനം സിനിമയാണ്. എല്ലാവരും കണ്ടിട്ടുണ്ട്. അതിൽ നമുക്ക് മോഹൻലാലിനോട്, ആ സേതു എന്നുള്ളൊരു ക്യാരക്ടറോട് ഭയങ്കര സ്നേഹം തോന്നും. എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് അദ്ദേഹം നടക്കുന്നത്. അതേസമയം സുലോചന വീട്ടിലെത്തുമ്പോൾ, സേതുവേട്ടൻ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ഓർത്തില്ല, ഇന്ന് എൻ്റെ പിറന്നാളായിരുന്നു, ഇന്ന് അങ്ങനെയായിരുന്നു, ഇന്ന് ഇങ്ങനെയായിരുന്നു, ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അതിന് ഗവേഷണങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്, സ്ത്രീകൾ
ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഒരുപാട് സ്ട്രെസ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. അതേസമയം ആ ഒരു സ്ക്രിപ്റ്റ് നമ്മളൊന്ന് മാറ്റി ചിന്തിച്ച് നോക്കേ. ഏതെങ്കിലും ഒരു സമയത്ത് സേതു വന്നിട്ട് പറയാണ്, സുലോചനെ എനിക്ക് 2 മിനിറ്റ് നിന്നോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്, ഞാൻ നമ്മുടെ വീട്ടിൽ ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, എൻ്റെ ബിസിനസ് ഫ്ലോപ്പ് ആവുന്നുണ്ട്, എനിക്ക് ഭയങ്കര സങ്കടമാണ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഒരു സമയം അതങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ, ആ ഒരു ഇമോഷണൽ അവയർനെസ് വരുന്നുണ്ട് എങ്കിൽ ആ സിറ്റുവേഷൻ ആകെപ്പാടെ മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. സമൂഹം കൽപ്പിക്കുന്ന, അംഗീകരിക്കുന്ന രീതിയിലാണ് പലപ്പോഴും ആളുകൾ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്. നമുക്ക് ഒരു ചോദ്യത്തിന് ശേഷം, ബാബു എബ്രഹാം സാറിൻ്റെ ഒരു ഉത്തരത്തിന് ശേഷം നമുക്ക് ഓഡിയൻസിലേക്ക് പോകാം. അവസാനമായി ഒരൊറ്റ കാര്യം, ഇപ്പം നമ്മൾ ഏറ്റവും അടുത്ത മനുഷ്യർക്കിടയിലുള്ള കരച്ചിലുകളാണ് കൂടുതലും നമ്മൾ സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞപ്പോഴും വീട്ടിലായാലും ഒക്കെ ഏറ്റവും അടുപ്പമുള്ള മനുഷ്യർക്കിടയിൽ. പക്ഷേ നമ്മൾ ഈ വീടുകളിൽ ഭർത്താവോ ഭാര്യയോ മക്കളോ അമ്മയോ അച്ഛനൊക്കെ അടങ്ങുന്നൊരു വീട്ടിനുള്ളിൽ ഏറ്റവും അടുത്ത് കാണുന്ന മനുഷ്യരോട് നമുക്ക് ചിലപ്പോൾ ഒന്നും പറയാനുണ്ടാവില്ല, അവരുടെ മുന്നിൽ നിന്ന് നമുക്ക് കരയാനാവില്ല. പക്ഷേ പുറത്തിറങ്ങി കാണുന്ന വേറൊരു മനുഷ്യന് മുന്നിലായിരിക്കും നമുക്ക് ചിലപ്പോൾ കരയാനാവുക, നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനാവുക. പക്ഷെ സാമൂഹികമായിട്ട് അത് വലിയ പ്രയാസമുള്ളൊരു കാര്യവുമാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത കാലത്തൊക്കെ കേൾക്കുന്നൊരു കാര്യം, ഈ നിശബ്ദരായിരിക്കാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യർക്ക് കൂട്ടിരിക്കുക എന്നുള്ളതൊരു ജോലിയായി പരിഗണിക്കപ്പെടുന്ന ഒരു കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കരച്ചിലിന് ഒരു അഭയകേന്ദ്രങ്ങൾ ഉണ്ടാവുന്നൊരു കാലം, കരച്ചിൽ, നിങ്ങൾക്ക് ഗോ ആൻഡ് ക്രൈ എന്ന് നമുക്ക് പറയാവുന്ന ഒരു ഇടം മനുഷ്യന് കിട്ടുന്ന ഒരു കാലത്തെ പറ്റി ചിന്തിച്ചാലോ? ഇപ്പോഴേ ഞാൻ ഡൽഹിയിലൊക്കെ പഠിക്കുന്ന കാലത്ത് 97, 99 കാലത്ത്, അപ്പം ന്യൂ ഫ്രണ്ട്സ് കോളനിയിലെ പാർക്കിൽ സമ്പന്നരായ ആളുകൾ ചിരിച്ച് എക്സസൈസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അത് പുതിയ മാനങ്ങളിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ചിരി നടപ്പാക്കാൻ അവർക്ക് പറ്റുന്നില്ലാത്തതുകൊണ്ടായിരിക്കണം. അപ്പം ചിലപ്പോൾ ഇങ്ങനെ കരയാനും ഒരു സെഷനൊക്കെ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. പക്ഷേ അത് ഇപ്പം ഉണ്ടല്ലേ, റോസ്മേരി ഒക്കെ പറഞ്ഞതുപോലെ അതിനൊരു പ്രൊഫഷണൽ ഡയമെൻഷനിൽ അത് പോസിബിളാണ്. പക്ഷേ മാനുഷികമായ തലങ്ങളിൽ എന്ന് പറയുന്നത് അപരിചിതത്വം നമുക്ക് തരുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ കൂടുതൽ കരയാമായിരിക്കാം, പക്ഷേ എനിക്ക് ഏറ്റവും കരയാൻ കൂടുതൽ സ്വാതന്ത്ര്യമുള്ളത് എൻ്റെ ഭാര്യയുടെ അടുക്കലാണ്. എനിക്ക് അവളെ ചേർത്ത് പിടിച്ച്, എൻ്റെ സ്വരം മാറിയാൽ അവൾക്കറിയാം, എൻ്റെ ഇൻറ്റൊണേഷൻസിൽ വ്യത്യാസമുണ്ടെങ്കിൽ അവൾക്കറിയാം. നമ്മൾ പ്രണയിക്കുന്നവരുടെ അടുക്കലാണ് നമുക്ക് കൂടുതൽ ഫ്രീ ആയിട്ട് കംഫർട്ടബിളായിട്ട് കരയാൻ സാധിക്കുക. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും നമ്മളുടെ പാർട്ട്ണറുടെ അടുക്കൽ നമുക്ക് ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ആ തോളിലേക്കൊന്ന് തല ചായ്ച്ചിട്ട് കരയാൻ പറ്റുന്നുണ്ടെങ്കിൽ 22 വർഷം കഴിഞ്ഞിട്ടും പ്രണയം ഇൻടാക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. മക്കളുടെ അടുത്ത് അത്രയും കംഫർട്ടില്ല. പിന്നെ എൻ്റെ 3 പെങ്ങന്മാരുടെ അടുത്തും എനിക്ക് ഫ്രീ ആയിട്ട് കരയാൻ പറ്റും. പക്ഷെ പുറത്തങ്ങനെ പോയി എനിക്ക് കരയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണൽ കോണ്ടെക്സ്റ്റിൽ നമുക്ക് സാധിക്കും. യഥാർത്ഥത്തിൽ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ് ഇന്ന് നേരത്തെ തീർന്നെങ്കിൽ, അമ്മ വീട്ടിലുണ്ടെങ്കിൽ, നമ്മൾ വീട്ടിൽ വന്നിട്ട് വാതിലിൽ കൊട്ടുമ്പോൾ നമ്മൾ പറയാം, അമ്മ അകത്തുനിന്ന് ചോദിക്കുക ആരാ അതെന്ന്. നമ്മൾ എന്നാ പറയുന്നേ? ഞാൻ ബാബു എബ്രാഹിം 2A പഠിക്കുന്നതെന്ന് പറയുമോ? ഇല്ല, ഇത് ഞാനാ എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഇത് ഞാനാ എന്ന് പറയുമ്പോൾ ആ സ്വരത്തിൽ നിന്ന്, ആ ഇൻറ്റർനേഷനിൽ നിന്ന് തിരിച്ചറിയുന്ന ആളുകളുടെ മുമ്പിലാണ് ചങ്ക് തുറന്ന് നമുക്ക് കരയാൻ പറ്റുക. അന്നേരം വരുന്ന ആ ഹോർമോണുകളെ കുറിച്ചൊക്കെ പറഞ്ഞ്, എന്താ മറ്റേത് കണ്ണുനീര് വെള്ളം മാത്രമാണ് എന്ന് ഇപ്പോൾ റോസ്മേരി പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ, ശരിക്കും എല്ലാം പുറത്തേക്ക് വരുന്ന ഒരു കരച്ചിൽ, നമ്മളെ തന്നെ റീബിൽഡ് ചെയ്യുന്ന, it will be a kind of spontaneous reconstruction of your being, your entity. അതുകൂടെ കരച്ചിലൂടെ സാധിക്കും. വെറുതെ കരഞ്ഞുകൊണ്ടിരുന്ന ഒരു സുഖമില്ലെന്നേ. പിന്നെ ഒരു എക്സസൈസിനൊക്കെ നല്ലത്. അന്ന് അപ്പം മരിച്ചു കഴിഞ്ഞാൽ 8 വയസ്സ് തൊട്ട് കരയാത്ത മനുഷ്യൻ എന്ത് ദുരന്തമാ. എനിക്ക് തോന്നുന്ന കരയാനൊന്നും അവസരമില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. ശരിക്കും കരയണം. കരയുമ്പോൾ ഇർഷാദിനെ കുറിച്ചുള്ള എനിക്കുള്ള സന്തോഷം എന്ന് പറയുന്നത്, ഇയാൾ ഈ വില്ലൻ റോഷമൊക്കെ ചെയ്തേ എനിക്ക് ചില സമയത്ത് ദേഷ്യവും വരും ഇയാളോട്. അപ്പോൾ കരയുന്നൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോഴേക്കും ഒരു സന്തോഷമാണ്. കരഞ്ഞാലേ ഒരു സുഖമുള്ളത്. കാരണം നമുക്ക് എല്ലാവർക്കും മറ്റുള്ളവരുടെ കണ്ണീര് കാണുമ്പം ഒരു സുഖമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ പൊതുവിൽ അങ്ങനെയാണ്.
ഒരുത്തനെ അല്ലെ ഒരുത്തി അങ്ങ് വിഷമിച്ച് കാണുമ്പോഴേക്കും ഒരു സുഖമാണ്. നമ്മൾ പൊളിയാണല്ലോ, സുന്ദരമായതെല്ലാം പൊളിച്ചെടുക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. അങ്ങനെ അങ്ങോട്ട് മിടുക്കനാകണ്ട, മിടുക്കിയാകണ്ട, ഒന്ന് കരയിപ്പിക്കണം. ഈ ടോം ആൻഡ് ജെറി നമ്മളുടെ നാട്ടിൽ വളരെ പോപ്പുലർ അല്ലേ, വെറുതെ ഓടി നടന്ന് കുത്തിക്കൊണ്ടിരിക്കും, വിഷമിപ്പിക്കണം. അപ്പം അങ്ങനെ ഈ ടോം ഇങ്ങനെ ജെറീനെ ഇങ്ങനെ വിഷമിപ്പിക്കുമ്പോൾ വെറുതെ മാറിയിരുന്നൊന്ന് കരയണം, അതൊരു സുഖം. നമ്മൾ മലയാളികളുടെ ഒരു പൊതുപ്രയോഗമാണ് നമ്മൾ ചിരിച്ച് ചിരിച്ച് മരിക്കും എന്ന് പറയും. കരഞ്ഞ് കരഞ്ഞും ചിലപ്പോൾ ആളുകൾ മരിക്കും. എന്തായാലും ആളുകൾ മരിക്കുന്നതിന് മുന്നേ നമുക്ക് കരഞ്ഞും ചിരിച്ചും ജീവിക്കാനുള്ളൊരു ജീവിതം മുന്നിലുണ്ട്. ഇനി നിങ്ങളിലേക്കാണ് ചോദ്യങ്ങൾ ചോദിക്കാം. ഇവർ 3 പേരും ഉത്തരം പറയാൻ കാത്തിരിക്കുന്നു. നമസ്കാരം, ഞാൻ ദക്ഷിണ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഈ അടുത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി. എൻ്റെ ക്ലാസ്സിൽ ഒരു ആൺകുട്ടി കരഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള 43 പേരിൽ ഒരാളാണ് കരഞ്ഞത്. അപ്പോൾ 42 പേരും അവനെ ശ്രദ്ധിച്ചു. പക്ഷേ ഒരു പെൺകുട്ടി കരഞ്ഞി അത് ആരും അങ്ങനെ ശ്രദ്ധിക്കത്തില്ല. ഓ, അവൾ കരഞ്ഞു, ശരി, അത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു കുട്ടി ചോദിച്ചു, എടാ അവൻ കരയുന്നത് കണ്ടോ? അപ്പോൾ ഞാൻ ചോദിച്ചു, അവൻ കരഞ്ഞോട്ടെ, അതിനിപ്പോൾ നിനക്കെന്താ? അപ്പോൾ ചോദിക്കാം, അവനൊരു ആൺകുട്ടിയല്ലേ, അവൻ കരയാൻ പാടുമോ? അപ്പോൾ അവൾ അടിവരയിട്ട ഒരു വാക്കെന്ന് വെച്ചാൽ ആൺകുട്ടി എന്നുള്ളതാണ്. ഇങ്ങനെ ഞങ്ങളെ പാകപ്പെടുത്തി എടുക്കുന്ന, അതായത് ഫോർ എക്സാമ്പിൾ ആൺകുട്ടികൾ കരയാൻ പാടില്ല, പെൺകുട്ടികൾ കരഞ്ഞോട്ടെ, അതൊരു പ്രോബ്ലമേ അല്ല. ഇങ്ങനെ ഞങ്ങളെ പാകപ്പെടുത്തിയെടുത്ത സമൂഹത്തോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതിനെ നിങ്ങൾ എങ്ങനെയാണ് എതിർക്കുന്നത്? താങ്ക് യു. അത് നാച്ചുറലായിട്ട് മാറേണ്ടതാണ്, പരിണാമം പോലെയാണ്. പറഞ്ഞതുപോലെ സമൂഹത്തിന് നാളെ ഒരു സോഷ്യൽ ഈഡിക്റ്റ് ഇറക്കി, ഗവൺമെൻറ്റിൻ്റെ ഒരു സർക്കുലർ ഇറക്കി, പെൺകുട്ടികൾ കരഞ്ഞോളൂ, ആൺകുട്ടികൾ കരയണ്ട എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ 42 പേരും അവൻ കരയുമ്പോൾ അത് നാച്ചുറലാണ് എന്ന് പറയുമ്പം, അത് നോർമലാണെന്ന് പറയുമ്പം ബാക്കി 20 പേർക്കും കരയാനുള്ളൊരു പ്രചോദനമാകും. അവൻ കരഞ്ഞാൽ കോടതി കഴിയുമ്പോൾ ഈ 8 വയസ്സിന് ശേഷം കരയേണ്ട സീൻ ഉണ്ടാക്കി കൊടുക്കാൻ ഇദ്ദേഹത്തിന് ഇറങ്ങിത്തിരിക്കേണ്ട കാര്യം വരില്ല. ബിസിനസ് പൂട്ടോ? സ്പെസിഫിക്കായിട്ട് ഒരാളോടല്ല ചോദ്യം. നമ്മൾ ക്രൈസ്റ്റിനെ കണ്ടിട്ടുള്ളത് ശക്തനായ ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ ക്രൈസ്റ്റ് കരയുന്ന ചിത്രങ്ങൾ ഒരുപാടുണ്ട്. ക്രൈസ്റ്റിൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ ധാരധാരയായിട്ട് കണ്ണുനീരൊഴുകുന്ന. എന്നാൽ കനേഡിയൻ ആർട്ടിസ്റ്റായിട്ടുള്ള വാറ്റ്സെ വരച്ച 73-ലാണെന്ന് തോന്നുന്നു, വരച്ച ഒരു ചിത്രത്തിൽ മാത്രമേ ക്രൈസ്റ്റ് ചിരിക്കുന്നതായിട്ട് കാണുന്നുള്ളൂ, ലാഫിങ് ക്രൈസ്റ്റ്. ഈ ക്രൈസ്റ്റിൻ്റെ കണ്ണിൽ നിന്നൊഴുകുന്ന ഈ കണ്ണീരിനെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നറിഞ്ഞാൽ കൊള്ളാം. വലുതായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. കരച്ചിൽ സങ്കടമാണ്, വേദനയാണ്. എനിക്ക് തോന്നുന്നു കൃഷ്ണനല്ല, രാമൻ കരഞ്ഞിട്ടുണ്ട്, ബുദ്ധ വെപ്റ്റ് അണ്ടർ ദ ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തു കരഞ്ഞത് പറഞ്ഞിട്ടുണ്ട്, സെൻറ്റ് അഗസ്റ്റിൻ കരഞ്ഞുകൊണ്ടിട്ട് ലേഖനങ്ങൾ എഴുതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജീവിച്ച നമുക്ക് മുമ്പിൽ മാതൃകയായ ഒരുപാട് മനുഷ്യർ കരഞ്ഞിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഓരോ മനുഷ്യനിലും അവനവൻ്റെ ഒരു ആന്തരിക ഊർജ്ജമുണ്ട്. ഒരു ഫെമിനൈൻ എനർജിയും മാസ്കുലിൻ എനർജിയും. അത് സ്ത്രീയിലും പുരുഷനും ഉണ്ട്. നമുക്കിപ്പോൾ റെയിൽവേയിൽ ഇങ്ങനെ ട്രെയിനിലൊക്കെ കാണാൻ പറ്റും. കുട്ടികളെ വളരെ അമ്മമാരെക്കാൾ കൂടുതൽ ഇങ്ങനെ ഹൃദയത്തോട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊഞ്ചിക്കുന്ന ചില അച്ഛന്മാരെയൊക്കെ കാണാൻ പറ്റും. അവരുടെ ഒരു മാതൃത്വത്തിൻ്റെ ഉന്നതിയിൽ നിന്നിട്ടാണ് അത് അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ക്രിസ്തു കരഞ്ഞത് കൊണ്ടിട്ട് അതിന് പ്രത്യേകിച്ച് ഇൻ്റർപ്രിട്ടേഷനൊന്നും വേണ്ട. അദ്ദേഹം ശരിക്കും എനിക്ക് തോന്നുന്നു എവിടെയോ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ 3 ദിവസം ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം ചങ്കുപൊട്ടി കരഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വത്തെയാണ്, സത്യസന്ധതയാണ്, പരിശുദ്ധിയാണ് അത് കാണിച്ചത്. അത് നമ്മളൊക്കെ മാതൃകയാക്കിയിട്ട് നമ്മളും കരയാൻ പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് ആഡ് ചെയ്താൽ വളരെ ടിപ്പിക്കലായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഗോസ്പൽ ഓഫ് സെയിൻറ്റ് ജോണിലുണ്ട്. അതിൽ മർത്ത, മറിയം, ലാസർ എന്ന് പറയുന്ന 3 പേരുടെ ഒരു കുടുംബം, സഹോദരിമാരും. അപ്പോൾ ക്രിസ്തു വരുന്നത് അവനെ അടക്കിയതിന് ശേഷമാണ്, ലാസറിനെ. അപ്പോൾ മർത്ത പറയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കില്ല. അപ്പോൾ യേശുവിൻ്റെ സുഹൃത്തുക്കളാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോൾ കരയാൻ പറ്റാത്ത ഈശ്വരൻ, അതൊരു കഥയാണെങ്കിൽ പോലും ആ ഈശ്വരൻ എനിക്ക് ഈശ്വരനല്ല. ക്രിസ്തു ലാസർ എന്ന് പറയുന്ന സുഹൃത്തിനെ നഷ്ടപ്പെടുമ്പോൾ കരയുന്നില്ലേ? അവൻ എത്രയേറെ സ്നേഹിച്ചിരുന്ന മർത്തയുടെയും മേരിയുടെയും സഹോദരൻ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ആ തീവ്രമായ വേദനയിൽ അവന് ഇമോഷൻ ന്യൂട്രലായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവൻ മനുഷ്യനായി അവതരിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ
ഈ മതങ്ങളെല്ലാം പറയുന്നത് സുന്ദരമായ കഥകളാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമസ്കാരം സർ, ഞാനിവിടെ മറ്റുള്ളവർ കരയുമ്പോൾ സന്തോഷിക്കുന്ന ഒരു പ്രൊഫഷനിൽപ്പെട്ട ആളാണ് ഞാൻ. തെറ്റിദ്ധരിക്കരുത്, ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റാണ്, തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. മനുഷ്യൻ്റെ ആദ്യത്തെ മൊമെൻറ്റിലെ കരച്ചിൽ, അതാണായാലും പെണ്ണായാലും കണ്ട് സന്തോഷിക്കുന്ന ഒരു പ്രൊഫഷനാണ്. കരച്ചിലിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ ജീവിതം, പ്രസവത്തിന് കിടക്കുന്ന സ്ത്രീയും കുഞ്ഞും. പക്ഷേ ഇപ്പോൾ എല്ലാ പ്രസവിക്കുന്ന സ്ത്രീകളുടെയും കൂടെ അവരുടെ ഭർത്താക്കന്മാരും നിൽക്കണമെന്ന് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതാണ് സ്ത്രീക്ക് എനിക്ക് കൊടുക്കാവുന്ന ബഹുമാനം. ആ നിമിഷം പേടിയിൽ നിന്ന്, അനിശ്ചിതത്വത്തിൽ നിന്ന്, നിസ്സഹായതയിൽ നിന്ന് കുഞ്ഞു വരുമ്പോൾ ഒരു ആഹ്ലാദത്തിലേക്ക് വരുന്ന ഒരു കരച്ചിൽ ഞാൻ എല്ലാ പുരുഷന്മാരിലും കണ്ടിട്ടുണ്ട്. ആ മോമെൻറ്റിൽ കുട്ടിയെ കാണുമ്പോൾ അവർ കരയുന്നത് ഇപ്പോൾ റോസ് മാഡം പറഞ്ഞ പോലെ വളരെ ജെന്യുവിനായിട്ട് ഉള്ളിൽ തട്ടിയാണ്. ആ കരച്ചിൽ കണ്ടിട്ട് ഞങ്ങളും കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം, ഇർഷാദ് സാറിനോടും ബാബു സാറിനോടും, അങ്ങനെ ഒരു മോമെൻറ്റിൽ നിങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് നിങ്ങളുടെ കയ്യിലെത്തിയപ്പോൾ നിങ്ങൾ ചിരിച്ചിരുന്നോ, കരഞ്ഞിരുന്നോ? എനിക്ക് ആ ഒരു മകനേ ഉള്ളൂ. അപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു. സത്യത്തിൽ എൻ്റെ ഭാര്യ പ്രസവിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ഇവിടെയായിരുന്നു. അന്ന് സീരിയൽ കാലത്ത് അതൊരു അവസ്ഥയാണ് കേട്ടോ. അവിടെ ആ സമയത്ത് അവിടെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ഇവിടെ വന്ന് ആ പൈസ മേടിച്ചാൽ അവിടുത്തെ ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കാൻ പറ്റുമോ എന്നുള്ള ഗതികേട് കൊണ്ട് ഞാൻ ആ മൊമെൻറ്റിനെ കാണാൻ പറ്റാത്ത ഒരു ഹതഭാഗ്യനാണ് ഞാൻ. സോറി. എൻ്റെ ഭാര്യ 5 പ്രാവശ്യം പ്രസവിച്ച ആളാണ്. ഈ 5 പ്രാവശ്യവും കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങിയ ആളും ഞാനാണ്, കൂടെ നിന്ന് ലേബർ റൂമിൽ നിന്ന്. പ്രത്യേകിച്ച് ഈ 4 ഫിംഗർ ഓപ്പൺ ആയി കഴിയുമ്പോൾ തൊട്ട്, ലേബർ തുടങ്ങിയെന്ന് ഗൈനക്കോളജിസ്റ്റോ മിഡ്വൈഫോ അനൗൺസ് ചെയ്യുമ്പോൾ തൊട്ട്, ഈ പുരുഷൻ ബലഹീനനാണെന്ന് ഞാൻ വെറുതെ ഒരു കഥ പറഞ്ഞൊന്നുമല്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റൂ, വായിച്ച പുസ്തകത്തിൽ നിന്നല്ല. അതുണ്ടാക്കുന്ന ഒരു അരാജകത്വം, ഒരു ഫ്രസ്ട്രേഷൻ, ഒരു ഹെൽപ്ലെസ്നെസ്, ഈ ബ്ലഡെല്ലാം കൂടി ഇങ്ങനെ കാണുമ്പോഴേക്കും അവൾ അനുഭവിക്കുന്ന വേദന, അതിന് നമുക്ക് വേണമെങ്കിൽ പണ്ടേതോ ഗൈനോക്കോളജിസ്റ്റ് പറഞ്ഞതുപോലെ സൂചിച്ചപ്പോൾ ഓർക്കണോടി എന്ന് പറഞ്ഞൊരു ഡയലോഗ് കൂടെ ഉണ്ട്, ഒരു കഥയ്ക്കകത്ത് വായിച്ചതാണ്. അപ്പോൾ എനിക്ക് ഇവൾ ഇത്ര വേദനിക്കുന്നല്ലോ എന്നോർത്തപ്പോൾ ആദ്യത്തെ കുഞ്ഞിനെ എൻ്റെ ജൂഡ് സിദ്ധാർത്ഥയെ കയ്യിൽ മേടിച്ചപ്പോൾ പുക്കിൾക്കൂട് കണ്ടിക്കാനായിട്ട് അന്ന് ഗൈനോക്കോളജിസ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടാവില്ല എന്ന്. അപ്പോൾ എൻ്റെ അമ്മായിമ്മയാണ് അന്ന് കയറിയത് കട്ട് ചെയ്തത്. നല്ല തൻ്റെ ഇടത്തോടു കൂടി ഒരു മയവും ഇല്ലാതെ കട്ട് ചെയ്ത് വിട്ടു. അത് കണ്ട് സന്തോഷിക്കുന്ന, അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോകാനിരിക്കുന്ന ഗൈനക്കോളജിസ്റ്റും മിഡ്വൈഫ്സും വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒപ്പിട്ടവരിറങ്ങുകയാണ്. അപ്പോൾ അവർ തിരിച്ചു വന്നിട്ട് ഈ പറഞ്ഞ സന്തോഷം ഉണ്ടായല്ലേ കണ്ടിട്ടാ പോകുന്നത് കാണുമ്പോൾ അന്നേരം നമ്മൾ ഓക്കെയാണ്. പക്ഷേ പുരുഷൻ ബലഹീനനാണ്, അവനാണ് ശരിക്കും അബലത്വവും ഈ ബലഹീനനായി ഹെൽപ്ലെസ്സായി അരാജകത്വത്തിൽ ജീവിക്കുന്നത് അവനാണ്. എൻ്റെ കണ്ണന്നേരമെല്ലാം നിറഞ്ഞൊഴുകിയായിരുന്നു. ഇത് ഈ 5 പ്രാവശ്യവും ഈ വേദനയിലായിരുന്നു. അല്ലേ, അമ്മ ഒറ്റയ്ക്ക് പ്രസവിക്കാൻ ശ്രമിച്ചൊരു സാധനം കൽഭരണിയിൽ എഴുതിയിട്ടില്ലേ അത് അമ്മ ഒറ്റയ്ക്ക് എന്നെ പ്രസവിക്കുന്ന കഥ പറയുന്ന അത്. പക്ഷേ 98 അമ്മ ക്യാൻസറൊക്കെ ആയിക്കഴിഞ്ഞ് ഞാൻ അതിൻ്റെ അവസാനം എഴുതിയിട്ടുണ്ട്. അത് അമ്മ എനിക്ക് പറഞ്ഞു തന്നതാണ്, അല്ലാതെ എൻ്റെ ഓർമ്മയിൽ അതില്ലല്ലോ. പക്ഷേ അത് ഞാൻ എഴുതാനുള്ള ഒരു കാരണവും ഈ 4 കുഞ്ഞുങ്ങൾ, 5 പേരുണ്ടായെങ്കിലും ഒരാൾ മരിച്ചുപോയി. അപ്പോൾ ഈ 4 കുഞ്ഞുങ്ങളെയും ഈ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ വേദന, ഒരു സ്ത്രീ അനുഭവിക്കുന്ന ത്യാഗം, കഷ്ടത, വിഷമം. ശരിക്കും ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഇനി നമുക്ക് പിള്ളേർ വേണ്ടാന്ന്. പക്ഷേ ഈ ഗൈനക്കോളജിസ്റ്റും ഇവരൊക്കെ വന്നിച്ച് ആ കൺഗ്രാജുലേഷൻ, വെരി ഗുഡ്, ഇതെല്ലാം അങ്ങ് പൊക്കോളും, ഈ വേദനയൊക്കെ അങ്ങ് പോകുമെന്ന് പറഞ്ഞാൽ തൊട്ട് തലോടി പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ. എല്ലാ കരച്ചിലിന് ശേഷവും അത് ഗ്രഹണങ്ങൾ പോലെ നിത്യമായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു ഗ്രഹണവുമില്ല. ഒരു കരച്ചിലും എന്നും നീണ്ടു നിൽക്കത്തില്ലല്ലോ, കുറച്ച് കഴിയുമ്പം അതങ്ങ് പൊക്കോളും. മാഡം, നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ സ്ത്രീകളാണ് കരയുന്നത്, പുരുഷന്മാർ പബ്ലിക്കായിട്ട് കരയുന്നില്ല. വാട്ട് ഈസ് ദ ഇൻഹിബിറ്റിംഗ് ഫാക്ടർ ദാറ്റ് മേക്സ് എ മാൻ നോട്ട് ടു ക്രൈ ഇൻ ദ പബ്ലിക്? നമുക്കത് ചേഞ്ച് ചെയ്തുകൂടെ? ഈ കരയുന്നില്ല എന്ന് പറയുന്ന പുരുഷൻ രാത്രി ഒറ്റയ്ക്ക് അവൻ്റെ റൂമിലിരുന്ന് കരയുന്നുണ്ട്, നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ, നമ്മൾ നോട്ടീസ് ചെയ്യുന്നില്ല. പക്ഷേ പല പുരുഷന്മാരും ഒറ്റയ്ക്കിരുന്ന് കരയുന്നുണ്ട്, അല്ലെങ്കിൽ വെള്ളമടിച്ച് വന്നിട്ട് അവൻ കണ്ണീരൊടുക്കുന്നൊക്കെ ഉണ്ട്.
അപ്പോൾ ഈ നമ്മൾ കരയുന്നില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും ഇപ്പോൾ ഈക്വലാണ്, അല്ലെങ്കിൽ മുമ്പേ ഈക്വലായിരുന്നു. സ്ത്രീകളെ പോലുള്ള ഇമോഷൻസ് പുരുഷന്മാർക്കും ഉണ്ട്, അവരത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, പലരും കാണുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെക്കുറിച്ച് മാഡത്തിന്, അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ ഇവർ കരയാനായിട്ട് നമ്മളൊരു എന്ത് ചെയ്യണമെന്നാണ് സൈക്കിയാട്രിസ്റ്റായ മാഡത്തിൻ്റെ ഒരു അഭിപ്രായം? നമുക്ക് ഇപ്പം മാം പറഞ്ഞതുപോലെ പുരുഷന്മാർ കരയുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. കരയുന്നില്ല എന്ന് പറയുന്ന ഒരു മിഥ്യാധാരണയാണ്. അവർ കരയുന്നുണ്ട്, പക്ഷെ അവർ കരയുന്നത് ചിലപ്പോൾ കണ്ണുനീരൊഴുക്കിയിട്ടാവുന്നില്ല. വളരെ ചുരുക്കം മനുഷ്യർ അത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി ഗുഡ്. അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യൂ എന്നുള്ളതാണ് നമ്മളുടെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും. ഇനി തിരിച്ച് പുരുഷന്മാർ കരയുമ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നതിന് ഒരു ഉത്തരമേ ഉള്ളൂ. മാൻ അല്ലെങ്കിൽ എനിക്ക് മലയാളത്തിൽ ഇങ്ങനെ പറയാൻ പറ്റും, പുരുഷന്മാരുടെ കരച്ചിൽ ഫിക്സ് ചെയ്യേണ്ട ഒന്നല്ല, കാണേണ്ടത് അവനിലുള്ള മനുഷ്യനെയാണ്, ഹൃദയത്തെയാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പോൾ ഒരു പുരുഷൻ വളരെ ഞാൻ എഗെയിൻ ആ മൂവിയിലേക്ക് പോവുകയാണ്. സുലോചന തിരിച്ചു വരുമ്പോൾ എപ്പോഴെങ്കിലും സേതുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ സ്ട്രെസ്, ഫ്രസ്ട്രേഷൻ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ, ഒരു ഇമോഷണൽ അവയർനെസ് അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഓക്കെ, ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്ന പുരുഷന്മാർ, ആണോ പെണ്ണോ ആരും ആയിക്കോട്ടെ, വരുന്ന സമയത്ത് തന്നെ ഒരുപാട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ, പരാതികൾ അല്ലെങ്കിൽ നമ്മുടെ വേദനകൾ പങ്കുവെക്കുന്നതിന് മുമ്പ് അവർ സ്ട്രെസ്ഡ് ആണോ, ഓക്കെ ആണോ എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതുകൊണ്ട് നാളെ എല്ലാവരും കരയണം എന്ന് യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഡ്രോവൽ, ദേഷ്യം, ഫ്രസ്ട്രേഷൻ, ഇത്തരത്തിലുള്ള മാസ്ക് അണിഞ്ഞ പല സ്വഭാവങ്ങൾ കാണിക്കുമ്പോൾ അവരോട് പ്രത്യേകിച്ചൊന്നും ചോദിക്കാൻ പോകണ്ട. നമുക്ക് ആകെ കൂടി നമ്മൾ എവിടെയോ വായിച്ചതുപോലെ പുരുഷന്മാർ അത്രയും ബുദ്ധിമുട്ടിലൂടെ വരുമ്പോൾ നമുക്ക് ആകെ കൂടി ചോദിക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ചായ വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കണോ? ചിലപ്പോൾ നിങ്ങളുടെ സാമീപ്യം ദാറ്റ് ഈസ് ഇനഫ്. ചിലപ്പോൾ അവിടെ കൂടെ ഇരിക്കുന്നതാവാം, അല്ലെങ്കിൽ അവരെ വെറുതെ ഒന്ന് സ്പേസ് കൊടുക്കുന്നതാവാം. ഉത്തരമായി കഴിഞ്ഞു എന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും കരയുന്ന പുരുഷനെ നമുക്ക് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം കരഞ്ഞോളൂ എന്ന് പറയാനും ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുമെന്നൊരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സന്തോഷം. നമുക്ക് നിർത്താം. നന്ദി. താങ്ക് യു.